അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? ടു വൈഫ്സ്. പേജ് നമ്പർ 104. ഭാര്യമാരോട്. ആരാണ് ഭാര്യമാർ? പാർട്ട്നേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ്. ഇത് 1939 എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ടു വൈഫ്സ് എന്ന് പറയുമ്പോൾ ഭാര്യമാരോട് എന്നാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാരായിരിക്കാം. നമ്മൾ ഇപ്പൊ പലരെയും കൂട്ടി നിർത്താൻ വേണ്ടി സഹായിക്കുന്ന കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇത് ഈ ഒരു അധ്യായം ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസുമായി ബന്ധപ്പെട്ടവരുണ്ട്, പിന്നെ മാർഗദർശികളായി പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ നമ്മളെ സഹായിക്കുന്നവരാണ്. അപ്പോ ടു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗം ഒരു പ്രത്യേക രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം ഭാര്യമാരുടെ മനസ്സിലൂടെ ഒരു മദ്യാസക്തന്റെ ചിന്തകളെ കടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഭാര്യമാരോടും ഇത്തരം സഹായം ചെയ്യുന്ന പാർട്ട്നേഴ്സുകളോടും ഒരു ഗൈഡ് ലൈൻസ് പോലെയാണ് ഇത് പറയുന്നത്, അധ്യായം 8 പറയുന്നത്. പലപ്പോഴും ആളുകൾ വായിക്കാതെ വിടാൻ ശ്രമിക്കുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പല ബിഗ് ബുക്ക് സ്റ്റഡിയിലും എത്തുമ്പോൾ നമ്മളോട് പറയും ഭാര്യമാരോടൊന്നുള്ള അധ്യായവും പിന്നീട് വായിക്കാട്ടോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അത് വിടുന്നത്, കാരണം ഒരാൾ അങ്ങനെ വിടാൻ പറ്റുന്ന ഒരു അധ്യായം അല്ല അത്. കാരണം അതിനകത്ത് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുലർത്തേണ്ട, നമുക്ക് അറിയാം 12 പടികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെ? അപ്പൊ മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ 12 പടികൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട്, ഉത്തരവാദിത്വം, അതായത് മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം വരുന്നുണ്ട്. അടുത്തത് എന്താണ്? ചലഞ്ചാണ്. അതായത് എല്ലാ വ്യവഹാരങ്ങളിലും നമ്മൾ പാലിക്കുക. അതായത് അമിത മദ്യപാന രോഗികളായ നമ്മൾ ആത്മീയ പ്രചോദനത്തിൽ ഉൾപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആത്മീയ പ്രചോദനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കുക എന്നുള്ള ചലഞ്ചിലേക്ക് കടന്നു പോകുമ്പോൾ ഈ വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ എല്ലാം പറഞ്ഞിട്ടില്ല. അതിന്റെ പ്രിൻസിപ്പിൾസ് പിന്നീടും ഈ പ്രിൻസിപ്പിൾസ് ഓൾ അഫയേഴ്സ് എന്ന് പറയുന്നില്ല, ആ പ്രിൻസിപ്പിൾസ് ഇതിനകത്തൊക്കെ ഭാര്യമാരോടും പിന്നെയുള്ള ടു എംപ്ലോയീസ് എന്ന് പറയുന്ന അധ്യായത്തിലുമാണ്, തൊഴിലുടമകളോടെന്നുള്ള അധ്യായത്തിലും പിന്നീടുള്ള കുടുംബം എന്നുള്ള അധ്യായത്തിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ടു വൈഫ്സും ഭാര്യമാരോടെന്നുള്ള അധ്യായത്തിലും തൊഴിലുടമകളോടെന്നുള്ള അധ്യായത്തിലുമാണ് വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. റോമന് വായിക്കാവോ? വായിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ തുടർച്ചയാണ്. പേജ് 104, അധ്യായം 8, ഭാര്യമാരോട്, ടു പാർട്ട്നേഴ്സ്. ചില അപവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഞങ്ങളുടെ പുസ്തകം ഇതുവരെ പുരുഷന്മാരെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. പക്ഷേ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സ്ത്രീകൾക്കും ബാധകമാണ്. മദ്യാസക്തരായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രവർത്തനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആണുങ്ങളെ പോലെ തന്നെ അവർക്കും ആരോഗ്യം വീണ്ടെടുക്കാമെന്നതിന് തെളിവുകളുണ്ട്. കുടിക്കുന്ന പുരുഷന്മാരുടെ കാര്യത്തിൽ അയാളുടെ കുടിയുമായി ബന്ധപ്പെട്ട വേറെ പലരുമുണ്ട്. അടുത്ത കുടി എപ്പോഴായിരിക്കുമെന്ന് ഭയന്ന് വിറയ്ക്കുന്ന ഭാര്യ, എല്ലാം കുടിച്ച് നശിപ്പിക്കുന്ന മകനെ കാണുന്ന അച്ഛനമ്മമാർ തുടങ്ങിയവർ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ഭാര്യമാരുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും സന്തുഷ്ടമായ ഒരു പരിഹാരം കാണാതെ ക്ലേശിക്കുന്നവരുണ്ട്. ആൽക്കഹോളിക് അനോണിമസിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ ഭാര്യമാർ അമിതമായി കുടിക്കുന്നവരുടെ ഭാര്യമാരുമായി സംസാരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു അമിത മദ്യപാന രോഗിയോട് രക്തബന്ധമോ സ്നേഹബന്ധമോ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മെമ്പർമാരുടെ ഭാര്യമാർ പറയുന്നതിന് പ്രാധാന്യവും ഉപയോഗവുമുണ്ട്. 1939 ഇതെഴുതുമ്പോൾ എയിൽ സ്ത്രീകൾ ആരും തന്നെ ഇല്ലായിരുന്നു. വീട്ടിലുള്ള മദ്യാസക്തർ ഭർത്താവാണെന്ന് ഈ അധ്യായം നിരീക്ഷിക്കുന്നു. എന്നാൽ മദ്യാസക്തയായ സ്ത്രീയോടൊപ്പം ജീവിക്കുന്ന ആർക്കും ഇതിലെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണ്. അവൾ എപ്പോഴും കുടിക്കുകയാണെങ്കിലും എയിൽ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും സഹായകരമായ കൂടുതൽ നിർദ്ദേശങ്ങൾ പേജിലുണ്ട്. ആൽക്കഹോളിക് അനോണിമസ് അംഗങ്ങളുടെ ഭാര്യമാരെ പോലെ തീർച്ചയായും ചിലർക്ക് സാധിക്കുന്ന പോലെ ഈ രോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാവും. ചെയ്തിട്ടുള്ള തെറ്റുകൾ വിശകലനം ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഞങ്ങൾ. ഇതിനേക്കാൾ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യവും ഇല്ല എന്നും തരണം ചെയ്യപ്പെടേണ്ടതായ ഇതിനേക്കാൾ വലിയ സന്തുഷ്ടി വേറെയില്ലെന്നും ഉള്ള ധാരണ നിങ്ങളിൽ ഉണ്ടാക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പാറക്കല്ലുകൾ നിറഞ്ഞ ഒരു നടപ്പാതയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ വലിയ പിശകൊന്നുമില്ല. അഭിമാനക്ഷതങ്ങളും ആശാഭംഗങ്ങളും സ്വയം സഹതാപവും തെറ്റിദ്ധാരണയും
ദീർഘമായി സഹവാസവും നടത്തിയിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇവയൊന്നും സന്തുഷ്ടി നൽകുന്ന കൂട്ടുകാരല്ല. അനുകമ്പാർഹമായ സ്വയം സഹതാപത്തിലേക്കും അതികഠിനമായ വിദ്വേഷത്തിലേക്കും ഞങ്ങൾ നയിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി ഞങ്ങളെ സ്നേഹിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അറ്റമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് കൂടുതൽ അനന്തമായ അവസ്ഥയിലേക്ക് ഞങ്ങൾ പാഞ്ഞു നടന്നിട്ടുണ്ട്. മറ്റു മനുഷ്യരെ പോലെ ആകുമെന്നും മറ്റു ഭർത്താക്കന്മാരെ പോലെ ഞങ്ങളുടെ ഭർത്താക്കന്മാരും തലയുയർത്തിപ്പിടിച്ച് നടക്കുമെന്നുമുള്ള ആഗ്രഹവും കൂറും അനുഭവിച്ചറിയാത്ത വിധി വൈപീര്യങ്ങളില്ല. ഞങ്ങൾ നിസ്വാർത്ഥരും സ്വയം പരിത്യാഗസ്ഥരുമായിരുന്നു. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ പേരും അഭിമാനവും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി നുണകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും അക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ദൂഷിതമായ നിലയിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓടി ഒളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭ്രാന്തമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭയാകുലരായി ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ പലരിൽ നിന്നും സഹതാപം നേടിയിട്ടുണ്ട്. പ്രതികാര ബുദ്ധിയോടെ പരപുരുഷന്മാരുമായി ഞങ്ങൾ പ്രേമബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോ ടു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പങ്കാളികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ കുടിയന്മാരുടെ ലവ്ഡ് വൺസ് എന്നുള്ളതാണ്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു അധ്യായമാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചരിത്രം പറഞ്ഞപ്പോൾ ബിൽഡബ്ല്യു ആൻ സ്മിത്തിനോട്, അതായത് ഡോക്ടർ ബോബിന്റെ വൈഫിനോട് ഒരു ഇതിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ അവള് സ്നേഹപൂർവ്വം നിരസിച്ചു. പിന്നീട് ലൂയിസിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ ലൂയിസ് അത് അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ബിൽഡബ്ല്യു തന്നെയാണ് ഈ അധ്യായം എഴുതിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എവരി പേഴ്സൺ ഹൂ ഡ്രിങ്ക്സ് ഇൻവോൾവ്സ് അതർ പീപ്പിൾ ഇൻ ദയർ ഡ്രിങ്കിങ്, അതായത് ഏതൊരു മദ്യാസക്തനാണോ അവരുടെ ഉള്ളിൽ മറ്റുള്ള ആളുകള് കൂടിച്ചേർന്നത്. യൂഷ്വലി ദെയർ ഈസ് എ പാർട്ണർ ഹൂ ഫിയേഴ്സ് ദ നെക്സ്റ്റ് ഡ്രിങ്കിങ് സ്പ്രീ. അതായത് വളരെ സാധാരണമായിട്ട് നമ്മുടെ ഭാര്യമാരോ, ഇപ്പൊ ആണുങ്ങളാണ് കുടിക്കുന്നെങ്കിൽ, അല്ല ഭാര്യമാരാണ് കുടിക്കുന്നെങ്കിൽ ഇവിടെയൊക്കെ ഭാര്യമാർ കുടിക്കുമല്ലോ. അപ്പോ ഭർത്താക്കന്മാരായിരിക്കാം ഭയത്തിൽ, അടുത്ത മദ്യപാന കാലഘട്ടത്തിന്റെ ഭയത്താല് ജീവിക്കുന്നവരെ. പേരൻസ് ഹൂ ഹേറ്റ് ടു സീ ദെയർ ചൈൽഡ് വേസ്റ്റിംഗ് അവേ, അതായത് ചില മാതാപിതാക്കന്മാര് തന്റെ കുട്ടി എത്രമാത്രം പണമാണ് കളയുന്നത്, അല്ലെങ്കിൽ അവൻ അലമ്പായിട്ട് ജീവിക്കുന്നത്, വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അലമ്പായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ മോശമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ദ ചോയ്സ് ഓഫ് ആൽക്കഹോളിക്സ് അഫക്ട് ദോസ് അറൗണ്ട് ദം. അപ്പോൾ ആൽക്കഹോളിക്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചുറ്റപ്പെട്ടിരിക്കുന്ന ആളുകളിലേക്ക് ഇത്തരം ധാരണകൾ വരിക സ്വാഭാവികമാണ്. അവർ ഫെലോഷിപ്പ് ഇൻക്ലൂഡ്സ് പാർട്ട്നേഴ്സ്, സ്പോർട്സസ്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാല് കുടുംബാംഗങ്ങളും ഭാര്യമാര്, ബന്ധുക്കള്, ഫ്രണ്ട്സ് ഹുസ് പ്രോബ്ലം ഹാസ് ബീൻ സോൾവ്ഡ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് പീപ്പിൾ ഹു ഹാവ് നോട്ട് യെറ്റ് ഫൗണ്ട് എ ഹാപ്പി സൊല്യൂഷൻ. അതായത് സന്തോഷകരമായിട്ടുള്ള സുബോധാവസ്ഥയിലേക്ക് എത്തിച്ചേരാത്ത ആരെയും നമ്മൾ സഹായിക്കാൻ തയ്യാറാണ്. വി വാണ്ട് ദ പാർട്ട്നേഴ്സ് ഓഫ് അവർ മെമ്പേഴ്സ് ടു സ്പീക്ക് വിത്ത് ദ പാർട്ണർ ഓഫ് പീപ്പിൾ ഹു ഡ്രിങ്ക് ടു മച്ച്. അതായത് കൂടുതൽ കുടിക്കുന്ന അല്ലെങ്കിൽ അമിതമായി കുടിക്കുന്ന ആളുകളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ പാർട്ട്ണർമാരെ നമ്മൾ പ്രേരിപ്പിക്കുകയാണ്. വാട്ട് ദേ സേ വിൽ അപ്ലൈ ടു നിയർലി എവരി വൺ ഹു ലവ്സ് ആൻ ആൽക്കഹോളിക്. അതായത് മദ്യാസക്തനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യമാരും ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട് സാധ്യതയുണ്ട്. ഹിയർ ആർ സം ഓഫ് ദ തിങ്സ് വി ഹോപ്പ് ദേ മൈറ്റ് സേ. അപ്പോ പിന്നീട് പറയുന്നത് എന്താണ്, അവര് എന്തൊക്കെയാണ് പറയാനുള്ള. ആസ് പാർട്ട്നേഴ്സ് ഓഫ് ആൽക്കഹോളിക്സ് വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ഇൻ എ യുണീക് വേ. പൊതുവായിട്ടുള്ള ചില ഒരു ധാരണകളിലാണ് ഒരു മദ്യാസക്തനെ നമ്മൾ മനസ്സിലാക്കുന്നത്. വി വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് മിസ്റ്റേക്സ് ദാറ്റ് വി അവർസെൽവ്സ് മൈറ്റ് ഹാവ് മെയ്ഡ്. നമ്മൾ ഒരു പക്ഷേ മദ്യാസക്തനായിട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. വി ഹോപ്പ് ടു ഹെൽപ്പ് യു ഫീൽ ദാറ്റ് നോ സിറ്റുവേഷൻ ഈസ് ടു ഡിഫിക്കൽട്ട് ടു ഫിക്സ്. അതായത് എത്ര വലിയ സിറ്റുവേഷനും ആയിക്കോട്ടെ, എത്ര വലിയ സാഹചര്യങ്ങളും ആയിക്കോട്ടെ, ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. ആൻഡ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് വേസ് ടു മൂവ് ബിയോണ്ട് ആൻഡ് ഹാപ്പിനെസ്. അപ്പോ അസന്തുഷ്ടതയിൽ നിന്നോ അല്ലെങ്കിൽ സന്തുഷ്ടമില്ലാത്ത ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഓൾ ഓഫ് us ഹാവ് ട്രാവൽഡ് എ റോക്കി റോഡ്. അതായത് കല്ലുകൾ നിറഞ്ഞ അല്ലെങ്കിൽ മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ എല്ലാവരും സഞ്ചരിച്ചിട്ടുള്ളത്. വി ഹാവ് ഫെൽറ്റ് ഫ്രസ്ട്രേഷൻ. നമ്മൾ ഫ്രസ്ട്രേഷൻ അനുഭവിച്ചു, ഉത്കണ്ഠ അനുഭവിച്ചു, പേടി അനുഭവിച്ചു, സെൽഫ് പിറ്റി, സഹതാപ അനുഭവിച്ചു, മിസ്അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു, നമ്മൾ ഭയം പറയുന്നു.
അവർ പ്രൈഡ് ഹാസ് ബീൻ ഹർട്ട്, നമ്മുടെ ആത്മാഭിമാനത്തെ മുറിവേറ്റും. അവർ പാർട്ട്നേഴ്സ് ഹാവ് മേഡ് us ഫീൽ എവറിഥിങ് ഫ്രം പിറ്റി ടു റിസെന്റ്മെന്റ്സ്, അതായത് സഹതാപത്തിൽ നിന്നും നീരസത്തോടും കൂടി നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മളെ വീക്ഷിച്ചു. ത്രൂ ഔട്ട് ഇറ്റ് ഓൾ വി ഹോപ്പ് ദാറ്റ് വൺ ഡേ അവർ ലവ്ഡ് വൺസ് വിൽ ബി ദംസെൽവ്സ് അഗെയിൻ. അപ്പോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുടിയുടെ കാലഘട്ടം കഴിയുമ്പോൾ അവർ രാവിലെ നമ്മളെ സ്നേഹത്തോടു കൂടി സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പഴയ കാര്യങ്ങൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ കുടിച്ചിട്ട് ചെയ്ത കാര്യങ്ങൾ മറന്നു പോകുന്നു. വി ആർ ലോയൽ ആൻഡ് അവർ ഹോപ്പ് ദാറ്റ് അവർ പാർട്ട്നേഴ്സ് വിൽ സംഹൗ സ്റ്റാർട്ട് ബിഹേവിംഗ് ലൈക്ക് നോർമൽ ഡ്രിങ്കേഴ്സ് ഹാസ് ഗോട്ടൺ അസ് ഇൻ ടു ട്രബിൾ. അപ്പോൾ സാധാരണ കുടിയനെ പോലെ ആണ് നമ്മുടെ പാർട്ണർ എന്ന് ചിന്തിക്കാനായിട്ട് നമ്മളിത് പ്രേരിപ്പിക്കുന്നത്. വി ഹാവ് ബീൻ അൺസെൽഫിഷ് ആൻഡ് പുട്ട് അവർ പാർട്ട്നേഴ്സ് നീഡ്സ് ബിഫോർ അവർ ഓൺ. We have told countless lies to protect our pride and our partner's reputation. അതായത് നമ്മുടെ വി ഹാവ് ബീൻ അൺസെൽഫിഷ്, നമ്മൾ സ്വാർത്ഥതയില്ലാത്ത, പുട്ട് അവർ പാർട്ട്നേഴ്സ് നീഡ്സ് ബിഫോർ അവർ ഓൺ, അതായത് നമ്മൾ സ്വാർത്ഥതയില്ലാതെ നമ്മുടെ പങ്കാളിയുടെ ആവശ്യങ്ങളെ മുന്നോട്ട് വെച്ചു. ആൻഡ് അവരുടെ ആത്മാഭിമാനത്തെയും അവരുടെ ബഹുമാനത്തെയും സംരക്ഷിക്കുന്നതിനായി നമ്മൾ ധാരാളം നുണകൾ പറഞ്ഞു. വി ഹാവ് പ്രേഡ്, നമ്മൾ പ്രാർത്ഥിച്ചു. വി ഹാവ് ബെഗ്ഡ്, നമ്മൾ അവനോട് യാചിച്ചു. ആൻഡ് വി ഹാവ് ബീൻ പേഷ്യന്റ്, നമ്മൾ ക്ഷമയോടെ ഇരുന്നു. വി ഹാവ് ഓൾസോ ബീൻ ക്രൂവൽ അറ്റ് ടൈംസ്, ചില സമയത്ത് ക്രൂരതയോടെ പറയും. വി ഹാവ് റൺ അവേ, നമ്മൾ ഓടിപ്പോയി. വി ഹാവ് ബീൻ സോ അപ്സെറ്റ്, നമ്മൾ വളരെയധികം അപ്സെറ്റ് ആയി. ദാറ്റ് നത്തിങ് വുഡ് കാം us, അതൊന്നും നമ്മളെ കാം ചെയ്തില്ല, അല്ലെങ്കിൽ സമാധാനത്തിൽ എത്തിച്ചില്ല. വി ഹാവ് ബീൻ ഫുൾ ഓഫ് ടെറർ, നമ്മൾ ഭയത്തിൽ തുടർന്നു, അല്ലെങ്കിൽ ഭീകരതയിൽ തുടർന്നു. വി ഹാവ് ലുക്ക് ടു അതേഴ്സ് ദെയർ സിമ്പതി, നമ്മൾ മറ്റുള്ളവരിലേക്ക് സഹതാപത്തിന് വേണ്ടി നോക്കി. വി ഹാവ് ചീറ്റഡ് ഓൺ അവർ പാർട്ട്നേഴ്സ് ആസ് എ കൈൻഡ് ഓഫ് റിവെഞ്ച്, നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പലപ്പോഴും മറ്റുള്ളവരെ പ്രേമിക്കുകയോ മറ്റുള്ളവരുമായിട്ട് ഇടപെടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിനെ വഞ്ചനയിലേക്ക് വഞ്ചിച്ചു. കാരണം കൈൻഡ് ഓഫ് റിവെഞ്ച്, അതല്ലെങ്കിൽ അതൊരു തരം പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്തു. അപ്പൊ ഇതിന്റെ എഡിറ്റർ അതിന്റെ താഴെ 1939 ഇത് എഴുതുമ്പോൾ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പില് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻ ദാറ്റ് വേർഷൻ അതുകൊണ്ടാണ് 2 വൈഫ്സ് നമ്മൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോ 38% ഇന്ന് സ്ത്രീകളാണ് ആൽക്കോളിക്സ് അനോണിമസിലുള്ളത്. വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു, 90 വർഷത്തോളം നമ്മൾ ആൽക്കോളിക്സ് അനോണിമസ് പിന്നിട്ട് കഴിഞ്ഞു. അപ്പോ ഇത് 2 വൈഫ്സ് എന്ന് എഴുതിയിരുന്നാൽ തന്നെയും 2 പാർട്ട്നേഴ്സ് എന്ന് കൂടി നമുക്ക് ഇതിനകത്ത് കൊടുക്കാമെന്ന് ഒരു ഫുട് നോട്ട് കൊടുത്തുകൊണ്ട് അടുത്ത ഭാഗം വായിക്കാവോ? അൺഹാപ്പി ഹോംസ് വായിക്കാവോ റോമൻ? റോമൻ, ഹലോ. അതെ, ഇത് പേജ് നമ്പർ വായിക്കേ. 105 ഞങ്ങളുടെ വീടുകൾ, അതായത് 3ാമത്തെ പാരഗ്രാഫ്. റോമൻ തന്നെ വായിക്കാത്ത? വായിച്ചോ. അവന്റെ വായിച്ചോ, ഇക്ക വായിച്ചോ, പറയണോ വരെ വായിച്ചോ. ഞങ്ങളുടെ വീടുകൾ പറഞ്ഞോ. ഞങ്ങളുടെ വീടുകൾ പല സായാഹ്നങ്ങളിലും യുദ്ധപ്പറമ്പായി മാറിയിട്ടുണ്ട്. നേരം വിളിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം ചുംബിച്ച് പരിഭവങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ താടിയിൽ തട്ടി ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഉപദേശിച്ചിട്ടുണ്ട്. അവസാനത്തേക്ക് എന്ന് കരുതി ഞങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ കൊണ്ട്, വീണ്ടും പ്രതീക്ഷ കൊണ്ട് പഴയ അവസ്ഥയിലെത്താൻ കുടി എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണെന്ന് ഞങ്ങളുടെ ആണുങ്ങൾ മഹത്തായ വിശുദ്ധ പ്രതിജ്ഞകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. അവരെ വിശ്വസിക്കുവാൻ മറ്റാർക്കും കഴിയുകയോ അങ്ങനെ വിശ്വസിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലും ഞങ്ങൾ അവരെ വിശ്വസിച്ചു. എന്നിട്ടോ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ വീണ്ടും ഒരു പൊട്ടിത്തെറി. എപ്പോഴാണ് ഞങ്ങളുടെ ആണുങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നത് എന്ന് ഉറപ്പില്ലാതിരുന്നത് കൊണ്ട് വളരെ വിരളമായി മാത്രമേ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ വീടുകളിൽ വന്നിരുന്നുള്ളൂ.
സാമൂഹ്യമായ ചടങ്ങുകളിലൊക്കെ വളരെ കുറഞ്ഞ തോതിലെ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നുള്ളൂ. ഞങ്ങൾ മിക്കവാറും ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്തെങ്കിലും ചടങ്ങുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ അവിടെ എത്തി ഒരുപാട് മദ്യം അകത്താക്കി ആ ചടങ്ങിനെ നശിപ്പിക്കുമായിരുന്നു. നേരെ മറിച്ച് അവരൊട്ടും കഴിച്ചില്ലെങ്കിൽ അവരുടെ സ്വയം സഹതാപം അവരെ രസംകൊല്ലികളാക്കി മാറ്റിയിരുന്നു. സാമ്പത്തിക ഭദ്രത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഉദ്യോഗങ്ങൾ മോശപ്പെട്ട അവസ്ഥയിലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലോ ആയിരുന്നു. ഒരു പട്ടാള പാറാവുകാരനായിരുന്നുവെങ്കിൽ പോലും ശമ്പളം അടങ്ങുന്ന പൊതി വീട്ടിലെത്തുന്ന സ്ഥിതി ഇല്ലായിരുന്നു. മകരമഞ്ഞു പോലെ കണക്കുകൾ ഉരുകിത്തീർന്നു. ചിലപ്പോഴൊക്കെ ഭാര്യയില്ലാത്ത മറ്റു സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം. ഈ കണ്ടെത്തൽ എത്രയോ ഹൃദയഭേദകമാണ്. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ പുരുഷന്മാരെ ഞങ്ങളെക്കാൾ കൂടുതലായി അവർ മനസ്സിലാക്കുന്നു എന്ന് കേൾക്കേണ്ടി വരുന്നത് എത്ര ക്രൂരമാണ്. മതിയാവും. അല്ല, ആ ബാക്കി വായിക്കേ. ബാക്കി ഞാൻ ആ വായിക്കാം. ആ ഞാൻ ആ എന്റെ മൈക്ക് അൺമ്യൂട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. ബിൽ കളക്ടർമാരും പ്രാദേശിക ഭരണാധികാരികളും കോപിഷ്ഠരായ ടാക്സി ഡ്രൈവർമാരും പോലീസുകാരും കൂട്ടുകൂടിയന്മാരും കൂട്ടുകാരും എന്തിനേറെ അവർ ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെണ്ണുങ്ങളുമൊക്കെയും ഞങ്ങൾ സ്തരിക്കേണ്ടവരാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വിചാരം ഞങ്ങൾ ഒട്ടും ആതിഥ്യ മര്യാദ ഇല്ലാത്തവരാണ് എന്നാണ്. രസം കൊല്ലിച്ചൊറിയുന്ന വർത്തമാനം പറയുന്നവർ, തണുപ്പൻ പുതപ്പ് എന്നൊക്കെയാണ് അവർ ഞങ്ങളെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ അവർ സ്വയം അവരായിത്തീരുകയും ഞങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും ഞങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവരുടെ അച്ഛൻ്റെ നഷ്ടപ്പെട്ട സ്നേഹത്തിന് പകരമായി ഞങ്ങളുടെ കുട്ടികളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛന് അസുഖമാണ് എന്ന് ചെറിയ കള്ളങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾക്കറിയാമായിരുന്നെങ്കിലും അവരുടെ അച്ഛന് അസുഖമായിരുന്നു എന്ന കാര്യം കൂടുതൽ സത്യത്തോട് അടുത്ത ഒന്നായിരുന്നു. അവർ കുട്ടികളെ തല്ലുകയും വാതിൽപ്പാളികൾ തല്ലിപ്പൊളിക്കുകയും വിലപിടിപ്പുള്ള കുപ്പിപ്പാത്രങ്ങൾ നശിപ്പിക്കുകയും പിയാനോയുടെ തന്ത്രികൾ തവിടുപൊടിയാക്കുകയും ഒക്കെ ചെയ്തു. ഇത്തരം കോലാഹലങ്ങൾക്കിടയിൽ താൻ ഇനി മറ്റവളുടെ കൂടെ എന്നേക്കുമായി ജീവിക്കാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ പുറപ്പെട്ടു പോയിട്ടുണ്ട്. കൊടും നിരാശയിൽ ഞങ്ങൾ വലിഞ്ഞു മുറുകി. എല്ലാ കുടിയന്മാരെയും നശിപ്പിക്കാൻ ഞങ്ങൾ സ്ത്രീകൾ കുടിക്കുന്നവരായി, തികച്ചും അപ്രതീക്ഷിതമായി ഭർത്താക്കന്മാരും ഞങ്ങൾ കുടിക്കുന്നവരായി മാറിയതിൽ സന്തോഷമുള്ളവരെ പോലെ കാണപ്പെട്ടു എന്നതാണ് അതിന്റെ ഫലം. ഓക്കെ. അൺഹാപ്പി ഹോംസ്, അതായത് അസന്തുഷ്ടി നിറഞ്ഞ വീടിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ഞങ്ങളുടെ വീടുകൾ പല സായാഹ്നങ്ങളിലും യുദ്ധപ്പറമ്പായി മാറിയിട്ടുണ്ട്. മെനി നൈറ്റ്സ് അവർ ഹോംസ് ഹാവ് ബിക്കം ബാറ്റിൽ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് വെച്ചാല് ധാരാളം ദിവസങ്ങൾ ആക്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടാക്കുക, കുത്തുണ്ടാക്കുക, തർക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇൻ ദ മോർണിംഗ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ വി കിസ്ഡ് ആൻഡ് മേഡ് അപ്പ് എന്ന് വെച്ചാല് ഭാര്യമാരെ ഒരു ഉമ്മയൊക്കെ തന്ന് പറഞ്ഞു വിടും. അവർ ഫ്രണ്ട്സ് ഹാവ് ടോൾഡ് അസ് ടു കിക്ക് ഔട്ട് അവർ പാർട്ട്നേഴ്സ്. പലപ്പോഴും നമ്മുടെ കൂട്ടുകാരെന്നാ പറഞ്ഞ് അവനെ കിക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുറത്താക്കുക. ആൻഡ് വി ഹാവ് ഡൺ ഇറ്റ് തിങ്കിങ് ദ റിലേഷൻ വാസ് ട്രൂലി ഓവർ. പലപ്പോഴും നമ്മളിത് അല്ലെങ്കിൽ ഭാര്യമാരെ ഇത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഇത് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബന്ധങ്ങൾ മറികടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ശരിക്കും പൂർത്തിയായിരിക്കുന്നു, ഇനി ബന്ധപ്പെട്ട് പോകാൻ പറ്റില്ലാത്ത തരത്തിൽ പുറത്താക്കണം. ബട്ട് ദെൻ വി ഷുഡ് ഫൈൻഡ് അവർ സെൽസ് ഹോപ്പിംഗ് ആൻഡ് വില്ലിംഗ് ടു ടേക്ക് ദം ബാക്ക്. പക്ഷെ വീണ്ടും പ്രതീക്ഷ കിട്ടുകയും ഈ മദ്യാസക്തനെ തിരിച്ച് വീട്ടിൽ കയറ്റുകയും ചെയ്യും. അവർ പാർട്ട്നേഴ്സ് ഹാവ് സോൺ എന്ന് വെച്ചാൽ സത്യപ്രതിജ്ഞ ചെയ്യും, ദാറ്റ് ദേ വുഡ് നെവർ ഡ്രിങ്ക് അഗെയിൻ, ഇനി ഒരിക്കലും ഞാൻ കുടിക്കുകയില്ല. ആൻഡ് വി ബിലീവ്ഡ് ദം വെൻ നോ വൺ എൽസ് ഡിഡ്. മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആള് ഈ സത്യപ്രതിജ്ഞയുടെ മുമ്പിൽ വിശ്വസിച്ചു പോകും. ദെൻ ഇൻ ഡേയ്സ്, വീക്സ്, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളിലോ ഏതാനും ആഴ്ചകളോ ഏതാനും മാസങ്ങളോ കഴിയുമ്പോൾ വി വുഡ് ഫൈൻഡ് ദം ഡ്രങ്ക് വൺസ് മോർ. ഒരിക്കൽ കൂടി അവർ കുടിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കും. വി റയർലി ഇൻവൈറ്റഡ് ഫ്രണ്ട്സ് ഇൻ ടു അവർ ഹോംസ്. നമ്മൾ കൂട്ടുകാരെ വിളിക്കാതാവും വീട്ടിലേക്ക്, കാരണം വീടിന്റെ അവസ്ഥ അത്രയും മോശമാണ്. നെവർ നോയിങ് ഹൗ ഓർ വെൻ അവർ പാർട്ണർ മൈറ്റ് ഷോ അപ്പ്. കാരണം എന്താണ്? പേടിയാണ്. കുടിച്ചു കൂത്താടി നമ്മുടെ പാർട്ട്ണർമാര്, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഭാര്യയാണെങ്കിൽ ഭാര്യ കുടിച്ചു കൂത്താടി എങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് പേടിച്ചുകൊണ്ട് പലപ്പോഴും കൂട്ടുകാരെ പോലും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വി ഡിഡ്ന്റ് ഗോ ഔട്ട് മച്ച് എയ്തർ. നമ്മൾ പുറത്തേക്ക് അധികം പോകുന്നില്ല. ഈവൻ വി ലിവ്ഡ് മോസ്റ്റ്ലി അലോൺ. അങ്ങനെ
വളരെ കുറേശ്ശെയായി ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ തുടങ്ങുന്നു. When we did go out, our partners would sneak so many drinks that we would never relax and have fun. അപ്പോ എങ്ങാനും നമ്മൾ പുറത്തു പോയാൽ, പാർട്ട്നേഴ്സ് പുറത്തു പോയാൽ കുടിക്കുന്ന ആള് വീണ്ടും കുടിക്കുകയും റിലാക്സിന് അല്ലെങ്കിൽ വിശ്രമത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടി കുടിച്ചു എന്ന് പറയുകയും ചെയ്തു. ഓർ ഇഫ് ദ ഡ്രങ്ക് നത്തിങ്, അല്ലെങ്കിൽ അവരൊന്നും കുടിക്കാതെ, ദേ വുഡ് ഫീൽ സോ സോറി ഫോർ ദംസെൽസ് ദാറ്റ് ദേ ഡിഡ് സ്റ്റിൽ റൂയിൻ ദ ഒക്കേഷൻ. ഒന്നും കുടിക്കാതെ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് അത്തരം പല സന്തോഷകരമായ അവസ്ഥകളാണെങ്കിൽ, അല്ലെങ്കിൽ ആഘോഷവേളകളാണെങ്കിൽ, അയ്യോ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എൻജോയ്മെന്റ് ഇല്ലാതെ അവിടെ ഇരിക്കുമെന്നാണ്. റൂയിൻ ദ ഒക്കേഷൻ, അത്തരം സാഹചര്യങ്ങളെ നശിപ്പിക്കും. വി ഹാവ് നെവർ ഹാഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഒരിക്കലും നമുക്ക് സാമ്പത്തികമായ ഒരു അച്ചടക്കം ഉണ്ടായിരുന്നില്ല, ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല. അവർ പാർട്ട്നേഴ്സ് വെയർ ഓൾവേസ് ഇൻ ഡേഞ്ചർ ഓഫ് ബീങ് ഫയർഡ്. അതായത് മധ്യാസക്തനായിട്ടുള്ള ഭാര്യയാകട്ടെ ഭർത്താക്കന്മാരാകട്ടെ, അവരെപ്പോഴും ജോലി സ്ഥലത്ത് നിന്ന് ഫയർ ചെയ്യപ്പെടും, ഓർ ഓൾറെഡി അൺഎംപ്ലോയിഡ്, അല്ലെങ്കിൽ അവര് ജോലിയില്ലാത്ത അവസ്ഥയിൽ തുടരുകയായിരിക്കും. ആർമോർഡ് കാർ കുഡ് നോട്ട് ഹാവ് ബോട്ട് ദ പേചെക്സ് ഹോം സേഫ്ലി. അപ്പോ ഒരിക്കലും ഒരു പേച്ചക്ക് കൊണ്ട് അവർക്ക് ഒരു പഴഞ്ചൻ കാർ പോലും മേടിക്കാൻ പറ്റിയില്ല. ദ ചെക്കിംഗ് അക്കൗണ്ട് മെൽറ്റഡ് ലൈക്ക് സ്നോ ഇൻ സമ്മർ. ചെക്കിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണ അക്കൗണ്ടിന് പറയുന്ന പേരാണ് ചെക്കിംഗ് അക്കൗണ്ട്. അപ്പൊ ഈ ചെക്കിംഗ് അക്കൗണ്ട് മെൽറ്റഡ് ലൈക്ക് സ്നോ ഇൻ സമ്മർ എന്ന് പറഞ്ഞാല് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്ന, സോറി ജൂൺ ജൂലൈ അല്ല, ഞങ്ങളുടെ ഇവിടെ നവംബർ ഡിസംബർ മാസത്തില്, ശരിയാണ്. അതായത് വിന്റർ കഴിഞ്ഞിട്ട് മെൽറ്റ് ചെയ്ത് പോകും, ഐസ് മെൽറ്റ് ചെയ്ത് പോകും. മെൽറ്റഡ് ലൈക്ക് സ്നോ ഇൻ സമ്മർ, അതായത് സമ്മർ മാസത്തെ വിന്റർ കഴിഞ്ഞിട്ട് വരുന്ന ആ മാസങ്ങളാണ് ഏപ്രിൽ മെയ് ഒക്കെയാണ് ഇവിടെ. ഇപ്പൊ ഏപ്രിൽ മെയ് മാസത്തില് വിന്റർ പോലെ, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത പോലെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മെൽറ്റ് ചെയ്ത് പോകുന്നു. അവർ പാർട്ട്നേഴ്സ് ബോട്ട് ഹോം കളക്ഷൻ ഏജൻസ്. അതായത് ആരൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത്? കളക്ഷൻ ഏജൻസ്, പണം തിരിച്ചു പിടിക്കാൻ വരുന്നവര്. ഷെരീഫ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസുകാരെ ഷെരീഫ്സ് എന്ന് പറയാറുണ്ട്. അപ്പൊ പിന്നെ ഈ നഗരാധികാരികള്, നഗരത്തിലെ അധികാരികളില്ലേ, അതായത് നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ അടയ്ക്കണം, അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ഷെരീഫ്സ് എന്ന് അങ്ങനെയും പറയാറുണ്ട്. ആംഗ്രി ടാക്സി ഡ്രൈവേഴ്സ്, അതായത് പണം കൊടുക്കാതെ ടാക്സിയിൽ വീട്ടിലെത്തുമ്പോൾ അവര് നമ്മളോട് ചൂടാവും. പോലീസ്മെൻ, ധാരാളം പോലീസുകാര്. ബംസ് എന്ന് വെച്ചാല് അലസനായിട്ട് ഇവൻ നടക്കും ഇവൻ. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ കൂട്ടുകാർ. ആൻഡ് ഈവൻ ലവേഴ്സ്, അവര് പലപ്പോഴും കൂട്ടുകാരെ പോലും, അല്ലെങ്കിൽ കൂട്ടുകാരികളെ പോലും വീട്ടിലേക്ക് വിളിച്ചോണ്ട്, ദേ വുഡ് കോൾ അസ് കോൾഡ് ആൻഡ് വൺ വെൽക്കമിങ്. അതായത് ഇങ്ങനെ കൂട്ടുകാരികളെ വിളിച്ചോണ്ട് വരുമ്പോ പോലും അവര് നമ്മളെ എന്താണ് വിളിച്ചിരുന്നത്? നമ്മളൊരു തണുപ്പ മട്ടിലുള്ള, ആരെ സ്വീകരിക്കാത്ത, കിൽ ജോയ് നാഗ് ഡൗണർ എന്നാണ്. അതായത് സന്തോഷത്തെ സന്തോഷിപ്പിക്കാത്ത, അല്ലെങ്കിൽ സന്തോഷം കാണാത്ത ഒരു ആളാണ് നമ്മളെന്ന് അവർ നമ്മളെ കുറ്റപ്പെടുന്നത്. ദാറ്റ്സ് വാട്ട് ദേ സെഡ്. അതങ്ങനെയാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ഡേ they would be themselves again and we would forgive and try to forget. അടുത്ത ഈ രാത്രികളിലെ ഈ ബാറ്റിൽസിന് ശേഷം, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് ശേഷം രാവിലെ അവര് നോർമൽ മനുഷ്യരാവും. അവർ വീണ്ടും ഉമ്മ തരും, അവർ എണീറ്റ് പോകും. അപ്പോഴെന്താണ്? we would forgive and try to forget. നമ്മള് അവനോട് ക്ഷമിക്കും, നമ്മളെ ക്ഷമിക്കാനായിട്ട് ശ്രമിക്കും. ക്ഷമിക്കും പിന്നെ മറക്കും. forgive and forget എന്ന് പറഞ്ഞാൽ ക്ഷമിക്കും പിന്നെ മറക്കും. we have tried to encourage our children to continue loving their alcoholic parent. അതായത് നമ്മൾ നമ്മുടെ കുട്ടികളെ ആൽക്കഹോളിക് പാരന്റ് ആയിട്ടുള്ള നമ്മുടെ ആൽക്കഹോളിക് പാരന്റ്സിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. ഇപ്പൊ എന്റെ അപ്പൻ നല്ല കുടിയാണ്. അപ്പൊ അമ്മ എപ്പോഴും പറയുന്നു, അപ്പനോട് അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്. നമുക്ക് എന്തെങ്കിലും ദേഷ്യപ്പെടുവാണെങ്കിൽ എന്റെ പെങ്ങന്മാരൊക്കെ പറയായിരുന്നു, നിങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത്, ശരിയാവല്ല എന്നൊക്കെ പറയായിരുന്നു. അപ്പൊ അത് ഞാൻ ഇവിടെ ഓർക്കും കേട്ടോ. വി ഹാവ് ടോൾഡ് അവർ കിഡ്സ് ദാറ്റ് ദെയർ മദർ ഓർ ഫാദർ വാസ് സിക്ക്. അതായത് കിഡ്സിനോട് പോലും തന്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ അവര് രോഗികളാണ്. വിച്ച് വാസ് ക്ലോസർ ടു ദ ട്രൂത്ത് ദാൻ വി റിയലൈസ്ഡ്. അത് സത്യത്തില് നമ്മൾ തിരിച്ചറിയുന്നതിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അവർ പാർട്ട്നേഴ്സ് ഹാവ് ഹിറ്റ് ദ ചിൽഡ്രൻ. പലപ്പോഴും നമ്മുടെ പങ്കാളികള് നമ്മുടെ കുട്ടികളെ അടിച്ചു. കിക്ക്ഡ് ഇൻ ഡോറിന്റെ ചവിട്ടി, ആൻഡ് സ്മാഷ്ഡ് ബിലോവ്ഡ് ഡിഷസ്. ഒറ്റപ്പെട്ടിരിക്കുന്ന നമ്മുടെ പാത്രങ്ങളൊക്കെ അവര് ചവിട്ടി നശിപ്പിച്ചു. ഇൻ ദ മിഡിൽ ഓഫ് ദിസ് chaos, ഇത്തരം കാര്യങ്ങൾക്കിടയിൽ they may have stormed out threatening to live with their lovers forever and leave us behind. അതായത് അവരങ്ങനെ ഒരു കൊടുങ്കാറ്റ് പോലെ ഭീഷണിയായിട്ടുള്ള ഒരു ജീവിതത്തില് നമ്മുടെ സ്നേഹിക്കുന്നവരോടൊപ്പം സ്നേഹിക്കുന്നവരെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയി. സംടൈംസ് when we felt desperate, പലപ്പോഴും നമുക്ക് നിരാശ വന്നു. we have gotten drunk ourselves. പലപ്പോഴും നമ്മൾ ഭാര്യമാര് പോലും കുടിക്കാൻ മുതിർന്നു.
We were surprised to find out our partner seemed to like it when we were drunk. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു, നമ്മൾ കുടിക്കുമ്പോഴോ നമ്മൾ സീംഡ് ടു ലൈക്ക് ഇറ്റ് വെൻ വി വേർ ഡ്രങ്ക്. നമ്മൾ പലപ്പോഴും ഈ കുടിക്കുന്ന നമ്മുടെ പാർട്ണറെ സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യമാണ് അൺഹാപ്പി ഹോംസിന്റെ ഹെഡിങ്ങിൽ അദ്ദേഹം പറയുന്നത്. അടുത്തത് ട്രൈയിങ് എവരി ഓപ്ഷൻ. വായിക്കാവോ? ട്രൈയിങ് എവരി ഓപ്ഷൻ. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ വിവാഹമോചനം നേടുകയും കുട്ടികളെ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. ഭർത്താവിന് വിട്ടുപോയതിൽ ഭർത്താവിൻ്റെ അച്ഛനമ്മമാർ ഞങ്ങളെ കുറ്റപ്പെടുത്തി. പലപ്പോഴും ഞങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചു പോവുക പതിവായിരുന്നില്ല. ഞങ്ങളെല്ലാം സഹിച്ച് ഭർത്താവിനോടൊപ്പം തന്നെ താമസിച്ചു. ഞങ്ങളും കുടുംബവും ഗതിയേറ്റ അവസ്ഥയിലെത്തിയപ്പോൾ അവസാനം എന്തെങ്കിലും ജോലി തേടി. മദ്യപാനം വളരെ വർദ്ധിച്ചപ്പോൾ ഞങ്ങൾ വൈദ്യസഹായം തേടാൻ തുടങ്ങി. ദാരുണമായ ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ, അത്യാഘാതമായ ദുഃഖാവസ്ഥ, വിഷാദം, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ ഞങ്ങൾ ഏൽപ്പിച്ച അപകർഷതാബോധം എന്നിവയെല്ലാം ഞങ്ങളെ ഭയപ്പെടുത്തുകയും സംഭ്രമിപ്പിക്കുകയും ചെയ്തു. ഒരു ചവിട്ടുയന്ത്രത്തിൽ അകപ്പെട്ട മൃഗങ്ങളെ പോലെ ക്ഷീണത്തോടും ക്ഷമയോടും ഞങ്ങൾ മുന്നോട്ട് ചവിട്ടിക്കയറാൻ ശ്രമിച്ചു. ഉറച്ച തറയിലേക്ക് എത്തുവാനുള്ള ഓരോ ശ്രമവും വിഫലമാവുകയും ക്ഷീണിച്ച തളർച്ചയിലേക്ക് ഞങ്ങൾ വീണ്ടും എത്തിച്ചേരുകയും ചെയ്തു. ഞങ്ങളിൽ പലരും ആൽക്കഹോളിസത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. തൽഫലമായി ആരോഗ്യ കേന്ദ്രങ്ങളെയും ആതുര ശുശ്രൂഷാലയങ്ങളെയും ആശുപത്രികളെയും ജയിലുകളെയും ഒക്കെ ആശ്രയിക്കേണ്ടി വന്നു. പലപ്പോഴും ദാരുണമായ വിഭ്രാന്തികളും ചിത്തഭ്രമാവസ്ഥയും ഞങ്ങളെ അനുഭവിച്ചു. മരണം പലപ്പോഴും അടുത്തെത്തി. ഈ ചുറ്റുപാടുകളിൽ ഞങ്ങൾ സ്വാഭാവികമായും അബദ്ധങ്ങൾ ചെയ്തു. അവയിൽ പലതും ആൽക്കഹോളിസത്തിൽ നിന്നുള്ള അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണ്. ഞങ്ങൾ രോഗസ്ഥരായ മനുഷ്യരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന് ചിലപ്പോഴൊക്കെ അവ്യക്തമായി മണത്തറിയുവാൻ കഴിഞ്ഞിരുന്നു. അമിത മദ്യപാന രോഗത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രകൃതം പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ പെരുമാറുമായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത്രയും കഠിനവും ക്രൂരവുമായി പ്രവർത്തിക്കാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങൾ അവരുടെ ഹൃദയശൂന്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന നിമിഷത്തിൽ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും പുതിയ ദൃഢപ്രതിജ്ഞകളുമൊക്കെയായി ഭർത്താക്കന്മാർ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. കുറെ നാളേക്ക് അവർ പഴയ നല്ലവരായി അഭിനയിച്ചിരുന്നു. പക്ഷേ ഈ പുതിയതായ സ്നേഹവായ്പ ഒരിക്കൽ കൂടി പൊട്ടിച്ചെറിയുന്നതിന് വേണ്ടിയായിരിക്കും. എന്തുകൊണ്ട് വീണ്ടും കുടിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറുപടിയായി എന്തെങ്കിലും നിസാരമായ ഒഴിവുകൾ അവർ പറയും, അല്ലെങ്കിൽ മറുപടിയായി ഒന്നും പറയാതിരിക്കും. അത് വളരെ അന്താളിപ്പിക്കുന്നതും ഹൃദയഭേദകവുമായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിച്ച ഈ ആളുകളുടെ കാര്യത്തിൽ അത്രമേൽ തെറ്റുപറ്റിയോ എന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ചു. കുടിക്കുമ്പോൾ അവർ തികച്ചും വിചിത്രമായ മനുഷ്യരായിരുന്നു. ചിലപ്പോൾ അവരിലേക്ക് ഒട്ടും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ മതിൽ അവർക്ക് ചുറ്റും കെട്ടിപ്പൊക്കിയിട്ടുള്ളതായി തോന്നി. ഓക്കെ, ട്രൈയിങ് എവരി ഓപ്ഷൻ. നമ്മൾ എല്ലാ തലത്തിലും ഈ കുടിയുടെ കാര്യത്തെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. എന്താണ്? മേ ബി അറ്റ് സം പോയിന്റ് വി ഗോട്ട് എ ഡൈവോഴ്സ്. ചിലപ്പോൾ നമ്മൾ വിവാഹമോചനം ചെയ്യും. ആൻഡ് ടുക്ക് ദ ചിൽഡ്രൻ ഹോം ടു അവർ പേരൻസ്. നമ്മുടെ ചെയ്തതിനു ശേഷം കുട്ടികൾ നമ്മുടെ മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക്. അവർ പാർട്ട്നേഴ്സ് പേരൻസ് അക്യൂസ്. പാർട്ട്ണറിന്റെ പേരൻസ് അമ്മ മാതാപിതാക്കൾ തന്നെ പറയും അക്യൂസറസ്, നമ്മളെ കുറ്റപ്പെടുത്തും. എന്താണ്? ഓഫ് ഡിസേർട്ടിങ് അവർ പാർട്ട്ണർ ഈവൻ ദോ, അതായത് അവനെ ഒറ്റപ്പെടുത്തിയോണ്ട്, അവനെ ഉപേക്ഷിച്ചതുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തും. ഈവൻ ദോ വി ഹാഡ് സ്റ്റേഡ് ഫോർ സോ ലോങ്. നമ്മൾ വളരെ ദൂരം താമസിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ ദൂരം പോയിരിക്കുകയാണെങ്കിൽ പോലും ഫൈനലി വി വെയർ ഫോഴ്സ്ഡ് ടു ടേക്ക് സെക്കൻഡ് ഓർ തേർഡ് ജോബ്സ് ജസ്റ്റ് ടു സപ്പോർട്ട് അവർ സെൽസ് ആൻഡ് അവർ ഫാമിലീസ്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി പാർട്ട്നേഴ്സ് പലപ്പോഴും രണ്ട് ജോലിയല്ല 3 ജോലി വരെ ചെയ്യേണ്ടതായി വന്നു. As our partners drinking sprees got more frequent, വീണ്ടും നമ്മുടെ പാർട്ട്ണറുടെ കുടി അല്ലെങ്കിൽ മദ്യച്ചുല്ലസിക്കല് വളരെ മോർ ഫ്രീക്വന്റ്, വളരെ പലപ്പോഴും തുടർന്നപ്പോഴും വി ട്രൈഡ് ടോക്കിംഗ് ടു ഡോക്ടേഴ്സ്. നമ്മൾ ഡോക്ടർമാരോട് സംസാരിക്കാൻ തയ്യാറായി. ദ അപ്സെറ്റിംഗ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സിസ്റ്റം, അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഈ ലക്ഷണങ്ങൾ. ദ വേ ദേ സാങ്ക് ഇൻ ടു നെവർ എൻഡിങ് ഗിൽറ്റ്, അതായത് അവര് ഒരിക്കലും കുറ്റബോധത്തിൽ മുങ്ങുന്നില്ല. ദ ഡിപ്രഷൻ, ദ വേ ദേ സാങ്ക് ഇൻ ടു നെവർ എൻഡിങ് ഗിൽറ്റ്, അതായത് കുറ്റബോധത്തില് ഒരിക്കലും ഒടുങ്ങാത്ത കുറ്റബോധത്തിൽ അവർ മുങ്ങിത്താഴുന്നതും. ദ ഡിപ്രഷൻ, നിരാശയും ആൻഡ് ഷെയിം, അല്ലെങ്കിൽ നാണക്കേടും. ദാറ്റ് ഫോളോവേഡ് ദം എവരിവെയർ ലൈക്ക് എ ഡാർക്ക് ക്ലൗഡ്, അതായത് കറുത്ത പുക പോലെ, അല്ലെങ്കിൽ കറുത്ത മേഘപടലങ്ങൾ പോലെ അവരെ എപ്പോഴും പിന്തുടരുന്നു. എന്തൊക്കെയാണ്? നിരാശ, നാണക്കേട്, കുറ്റബോധം. ദിസ് തിങ്സ് ടെറിഫൈഡ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ് us. ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തി, നമ്മളെ ശല്യപ്പെടുത്തി എന്നാണ്. വി ഫെൽറ്റ് ലൈക്ക് ആനിമൽസ് ഓൺ എ ട്രെഡ്മിൽ.
ട്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൃഗം ട്രെഡ്മില്ലിൽ കയറി ഇരിക്കുന്ന പേഷ്യൻലി ആൻഡ് വിയർലി ക്ലൈംബിങ്. അതായത് ഈ മൃഗം വളരെ സാവധാനത്തില് ക്ഷമയോടുകൂടി അതിനകത്ത് മോളിൽ കയറി ഫോളിങ് ഇൻ സോഷൻ ആഫ്റ്റർ ഈച്ച് അൺസക്സസ്ഫുൾ എഫർട്ട് ടു റീച്ച് സോളിഡ് ഗ്രൗണ്ട്. അതായത് പിന്നീട് അവര് അതിൽ നിന്ന് മുകളിലേക്ക്, അപ്പൊ ഈ ട്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ ഇനി വലിയ ഉയരത്തില് നമുക്കറിയാം ഇവിടെയൊക്കെ മില്ലുകളുണ്ട്. മില്ലിന്റെ ഏറ്റവും മുഖത്ത് ഈ മൃഗങ്ങൾ കയറി പോകുമ്പോൾ അവരെ പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സ്ലോലി കയറുകയാണ്. അതിനകത്ത് മുകളിൽ കയറിയിട്ട് നമ്മള് പിന്നെ തിരിച്ച് മണ്ണിലേക്ക് തിരിച്ചു. അൺസക്സസ്ഫുൾ എഫർട്ട് ആണ്. അതായത് അത്തരം കാര്യം ഇപ്പൊ ഒരു മുകളിൽ നിൽക്കുന്ന ഒരു മൃഗത്തിന് നമുക്ക് പിടിച്ചെടുത്തുണ്ട്. ഇപ്പൊ കോഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറന്ന് മുകളിലേക്ക് ഇല്ല. അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ സ്ലോലി അതിനകത്ത് കയറുമ്പോൾ താഴേക്ക് വീണു. മോസ്റ്റ് ഓഫ് us have seen our partners in the final stages. പല ആളുകളും ഫൈനൽ സ്റ്റേജിൽ കണ്ടുമുട്ടി ത്രൂ ലോങ് സ്റ്റേസ് അറ്റ് റീഹാബ്. അതായത് അവർ പലപ്പോഴും റീഹാബിൽ ചെയ്തു, ഹോസ്പിറ്റൽസ് ആൻഡ് ജയിൽസ്. പലരും ആശുപത്രികളിലും ജയിലുകളിലും അവസാന കാലഘട്ടം കഴിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടുമുട്ടാനിടയായി. സംടൈംസ് വി ഹാഡ് ടു വാച്ച് അവർ ലവ്ഡ് വൺസ് സ്ക്രീം ഇൻ കൺഫ്യൂഷൻ. അതായത് ആശയക്കുഴപ്പമുണ്ടായി, അവര് അലറുന്നത് നമ്മൾ കണ്ടു. ഡെത്ത് വാസ് ഓഫൺ നിയർ. മരണം ഏകദേശം അടുത്തായിരുന്നു. വൈൽ ഓൾ ദിസ് വെന്റ് ഓൺ വി മേഡ് മിസ്റ്റേക്ക്. അപ്പൊ ഇതെല്ലാം ഉണ്ടായത് നമ്മുടെ കുറ്റം കൊണ്ടാണോ? ദിസ് ഈസ് ഓൺലി നാച്ചുറൽ. ഇത് സാധാരണമല്ലേ? വി മേഡ് സം ഓഫ് ദിസ് മിസ്റ്റേക്സ് ബിക്കോസ് വി ജസ്റ്റ് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ആൽക്കഹോളിസം. നമ്മൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അത് നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് മദ്യാസക്തിയെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ട് ആണ്. സംടൈംസ് വി ഹാഡ് എ ഫീലിംഗ് അവർ പാർട്ട്നേഴ്സ് വെയർ സിക്ക്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മുടെ പാർട്ട്ണർ വളരെ സിക്കാന്ന് തോന്നിയിരുന്നു. ബട്ട് വി ഡിഡ്ന്റ് ട്രസ്റ്റ് ദാറ്റ് ഫീലിംഗ്. നമ്മൾ ആ ഫീലിങ്ങിനെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വികാരത്തെ വിശ്വസിക്കുന്നില്ല. ഇഫ് യു ഹാഡ് റിയലി അണ്ടർസ്റ്റുഡ് ദാറ്റ് ആൽക്കഹോൾ ഈസ് ആൻ ഇൽനസ്, അതായത് തീർച്ചയായും മദ്യാസക്തി ഒരു ഇൽനസ് ആണ് നമുക്ക് മനസ്സിലാവും. വി മൈറ്റ് ഹാവ് മേഡ് ഡിഫറെന്റ് ചോയ്സ്. നമ്മൾ തീർച്ചയായും മറ്റൊരു ചോയ്സ് സ്വീകരിച്ചേനെ. അടുത്ത് വായിക്കാവോ? പ്ലേയിങ് ദ ബ്ലെയിം ഗെയിംസ്. അവരവരുടെ കുടുംബാംഗങ്ങളെ സ്നേഹിച്ചിരുന്നില്ലെങ്കിൽ തന്നെ അവരുടെ കാര്യത്തിൽ പോലും അന്ധരാകുവാൻ അവർക്കെങ്ങനെ കഴിഞ്ഞുവെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അവരുടെ വിവേചന ശക്തിക്കും സാമാന്യ ബുദ്ധിക്കും മനോബലത്തിനും എന്തുപറ്റി? മദ്യപാനം എന്നാൽ അവരുടെ നാശമാണ് എന്നെന്തുകൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല? ഈ അപകടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ ശരിവെക്കുകയും പിന്നീട് ഒട്ടും വൈകാതെ കുടിയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങളെ കുഴക്കിയ ചോദ്യങ്ങളാണ്. ഒരു അമിത മദ്യപാന രോഗിയായ ഭർത്താവിനോടൊത്ത് ജീവിക്കുന്ന ഓരോ സ്ത്രീയുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങളിൽ ചിലതാണിത്. ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഈ പുസ്തകം നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാ കാര്യങ്ങളും വിശകലനമാക്കപ്പെട്ടവനും അതിയോശക്തി നിറഞ്ഞ അമിത മദ്യപാന ശക്തിയുടെ വിചിത്രമായ ലോകത്ത് ജീവിക്കുന്നവനുമാവാം നിങ്ങളുടെ ഭർത്താവ്. അയാളുടെ പരമാവധി ആത്മാർത്ഥതയിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയും. തീർച്ചയായും അനുയോജ്യമല്ലാത്ത രീതികൾ ധാരാളം ഉണ്ടാവാം. പക്ഷെ മിക്കവാറും കാര്യങ്ങളിൽ അമിത മദ്യപാന രോഗി സ്നേഹശൂന്യനും വേണ്ടത്ര പരിഗണനകൾ നൽകാത്ത ആളുമായി കാണപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. അയാൾ രോഗം കൊണ്ട് ആസകലം പൊതിയപ്പെട്ടവനും പരീക്ഷീണനുമായതുകൊണ്ടാണ് ഈ ഭയാനകമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ മിക്കവരും കൂടുതൽ നല്ല ഭർത്താക്കന്മാരും കൂടുതൽ നല്ല പിതാക്കന്മാരും ഒക്കെയാണ്. അയാൾ എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും നിങ്ങളുടെ അമിത മദ്യപാന രോഗിയായ ഭർത്താവിനെ നിന്ദിച്ച് സംസാരിക്കുവാൻ ശ്രമിക്കാതിരിക്കുക. അയാൾ ദാരുണമായ രോഗമുള്ളവനും വിവേചനാശക്തി നശിച്ചവനുമായ ഒരുവനാണ്. നിങ്ങൾ കഴിവതും അയാളുടെ ന്യൂമോണിയ ബാധിച്ചു എന്നവനോടെന്ന പോലെ പെരുമാറുക. നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ അയാൾ വളരെ അസുഖം പിടിച്ചവനാണെന്ന് ഓർക്കുക. മേൽ പറഞ്ഞവയ്ക്ക് ഒരു പ്രധാന അപവാദമുണ്ട്. എത്ര അളവിലുള്ള ക്ഷമയും ഒരു മാറ്റവും വരുത്താത്ത നിലയിലുള്ള അങ്ങേയറ്റം ചീത്ത മനസ്സോടുകൂടിയ ചില മനുഷ്യരുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അത്തരത്തിലുള്ള ഒരു അമിത മദ്യപാന രോഗി ഈ അധ്യായം നിങ്ങളുടെ മുകളിൽ ഒരു ഗതയായി ഉയർത്തിപ്പിടിക്കും. അങ്ങനെ ഒരവസ്ഥ തുടരാൻ അയാളെ അനുവദിക്കരുത്. നിങ്ങൾക്ക് അയാൾ ഇത്തരത്തിൽപ്പെട്ട ഒരാളാണ് എന്നുറപ്പുണ്ടെങ്കിൽ അയാളെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നാം. നിങ്ങളുടെ കുട്ടികളുടെയും ജീവിതം നശിപ്പിക്കുവാൻ അയാളെ അനുവദിക്കുന്നത് ശരിയാണോ? പ്രത്യേകിച്ചും അയാൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട വില കൊടുക്കുവാൻ തയ്യാറുള്ളവനാണെങ്കിൽ അയാളുടെ കുടിയും മദ്യത്തിന്റെ ദുരുപയോഗവും നിർത്തുവാനുള്ള വഴി തുറന്നു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പതിവായി പോരാടേണ്ടി വരുന്ന പ്രശ്നം താഴെ പറയുന്ന 4 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നു. ഓക്കെ, അപ്പോ പ്ലേയിങ് ദ ബ്ലെയിം ഗെയിംസ് എന്നുള്ള രീതിയിൽ, അതായത് കുറ്റപ്പെടുത്തലുകളുടെ ഒരു മത്സരം, അതെന്താണ്?
we found ourselves wondering how people who loved their families could be so unthinking, so insensitive, so cruel. അതായത് നമ്മൾ നോക്കുകയാണ്, കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ എത്രമാത്രം ചിന്താക്കുഴപ്പമുണ്ടാക്കുക, അല്ലെങ്കിൽ ചിന്തയില്ലാതെ, ഒരു സെൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ സുബോധമില്ലാതെ വളരെ ക്രൂരമായി പെരുമാറുന്നു. ദേ വേറെന്റ് capable of feeling love. അവർക്ക് എന്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല? വി തോട്ട്, നമ്മൾ ചിന്തിച്ചു. ബട്ട് ജസ്റ്റ് ആസ് വി ഹാഡ് ഡിസൈഡഡ് ഫോർ ഗുഡ് ദാറ്റ് അവർ പാർട്ട്നേഴ്സ് വെർ ഹെർട്ട്ലെസ്, നമ്മൾ പലപ്പോഴും ചിന്തിച്ച എന്താണ്? അവർക്ക് ഹൃദയമില്ല. ദേ വോണ്ട് ടു സർപ്രൈസ് അസ് വിത്ത് പ്രോമിസ് ടു ചേഞ്ച്. പക്ഷേ അങ്ങനെ ഹൃദയമില്ല എന്ന് ചിന്തിച്ച ഭർത്താവ് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോമിസ് തരികയാണ്. അതായത്, ഞാൻ മാറാൻ തയ്യാറാണ്. ഫോർ എ വൈൽ, കുറച്ചു കാലം, ദേ വുഡ് ബി ദെയർ ഓൾഡ് സ്വീറ്റ് സെൽവ്സ്. അതായത് കുറച്ചു കാലം നമ്മളോട് അവര് നന്നായി പെരുമാറും. സ്വീറ്റ് സെൽവ്സ് എന്ന് പറഞ്ഞാല് മധുരമുള്ള അടിമ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ഒരാളായി അയാൾ മാറും. ബട്ട് ദെൻ ദേ വുഡ് സ്മാഷ് അവർ ലവ് ടു പീസസ് ഓൾ ഓവർ അഗെയിൻ. വീണ്ടും അവരെന്ത് ചെയ്യും? വീണ്ടും കുടിക്കും. എന്നിട്ട് എന്താ ചെയ്യണേ? നമ്മുടെ സ്നേഹത്തിനെ പീസ് ആക്കും, കഷ്ണം കഷ്ണമാക്കി മാറ്റും. Whenever we asked why they had started to drink again, എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും കുടിച്ചതെന്ന് അവരോട് ചോദിക്കുമ്പോൾ, they would reply with some silly excuses. അവർ പലപ്പോഴും വളരെ സില്ലി ആയിട്ടുള്ള ന്യായീകരണങ്ങൾ പറയും. ഓർ ഓഫർ us no reason at all. ചിലപ്പോ നമ്മളോട് ഒരിക്കലും ഒരു കാരണവും പറഞ്ഞില്ലെന്നിരിക്കും. ഇറ്റ് വാസ് സോ കൺഫ്യൂസിങ്. നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവും. സോ ഹാർട്ട് ബ്രേക്കിംഗ്, നമുക്ക് ഹൃദയം നുറങ്ങും. Could we have been so wrong about the people we choose to spend our lives with? അതായത് നമ്മള് തെറ്റുകാരാണോ? വി ചൂസ് ടു സ്പെൻഡ് അവർ ലൈവ്സ് വിത്ത്. നമ്മൾ ഇവരെ കല്യാണം കഴിച്ചത്, ഇവരെ വിവാഹം ചെയ്യാൻ നമ്മൾ തയ്യാറായതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മുടെ ജീവിതം അവരുമായിട്ട് പങ്കുവെച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വെൻ ദേ വേർ ഡ്രിങ്കിങ് ദേ വേർ സ്ട്രേഞ്ചേഴ്സ്. കാരണം കുടിക്കുമ്പോൾ അവർ അപരിചിതരാണ്, നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാളെ പോലെ പെരുമാറുന്നു. സംടൈംസ് ദേ വർ സോ ഇമോഷണലി ഡിസ്റ്റന്റ്. പലപ്പോഴും അവര് വൈകാരികമായി ഒരുപാട് അകലെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ പെരുമാറുന്നു. ദാറ്റ് ഇറ്റ് സീംസ് ലൈക്ക് എ ഗെയിൻഡ് വാൾ ഹാഡ് ബീൻ ബിൽറ്റ് അറൗണ്ട് ദം. പലപ്പോഴും ഒരു വലിയ ഭിത്തി, വളരെ കഠിനമുള്ള ഒരു ഭിത്തി അവരുടെ ചുറ്റും അറൗണ്ട് ദം, ബിൽറ്റ് അറൗണ്ട് ദം, അവരുടെ ചുറ്റും പണിതിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ആൻഡ് ഈവൻ ഇഫ് ദേ ഡിഡ്ന്റ് ലവ് ദെയർ ഫാമിലീസ്, അവരുടെ കുടുംബത്തെ സ്നേഹിക്കുന്നില്ല. ഹൗ കുഡ് ദേ ഡു സോ ബ്ലൈൻഡ് അബൌട്ട് ദംസെൽവ്സ്. അവരുടെ ഫാമിലിയെ അല്ലെങ്കിൽ കുടുംബത്തെ അവര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇത്രമാത്രം അന്ധരായി മാറുന്നത്? വേർ ഹാഡ് ദെയർ ജഡ്ജ്മെന്റ്, എന്താണ് അവർക്കുടെ ന്യായീകരണം? കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി, ആൻഡ് വിൽ പവർ ഗോൺ, അവരുടെ ഇച്ഛാശക്തി എവിടെ പോയി? വൈ കുഡന്റ് ദേ സീം ദാറ്റ് ഡ്രിങ്കിങ് വാസ് റൂയിനിങ് ദെയർ ലൈഫ്. എന്തുകൊണ്ടാണ് അവരുടെ കുടി അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതായി അവർ കാണുന്നില്ല? And when anyone pointed out how dangerous drinking was, why would they get drunk again and immediately? ആരെങ്കിലും അവരോട് നിങ്ങളുടെ കുടി കൂടുതലാണ്, അപകടമാണ്, ഭയങ്കരമായിട്ട് കുടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ ഉടനെ തന്നെ പോയി കുടിക്കുന്നത്, വളരെയധികം കുടിച്ചു കൂത്താടുന്നത്? ഗെറ്റ് ഡ്രങ്ക്, അമിതമായി കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? ദീസ് ആർ സം ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഇത് ചില ചോദ്യങ്ങളാണ് വിച്ച് റൈസ് ത്രൂ ദ മൈൻഡ് ഓഫ് എവരി പാർട്ണർ വിച്ച് ആൻ ആൽക്കഹോളിക് ലവ്ഡ് വൺ. അതായത് ഏതൊരു പാർട്ട്നേഴ്സിന്റെയും, മദ്യാസക്തന്റെ പാർട്ട്നേഴ്സിന്റെയും ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങളാണ് ഇവയെല്ലാം. Perhaps your partner has been living in the strange world of alcoholism. അതായത് നമ്മുടെ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ഭാര്യമാരോട് പറയാണ്, അല്ലെങ്കിൽ ലവ്ഡ് വൺസിനോട് പറയാണ്, നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആൽക്കഹോളിസം, മദ്യാസക്തി എന്ന് പറയുന്ന ഒരു ലോകത്ത് ജീവിക്കുകയാണ്. വേർ എവരിതിങ് ഇസ് ട്വിസ്റ്റഡ് ആൻഡ് എക്സാജറേറ്റഡ്. എല്ലാം തിരിഞ്ഞു മറിഞ്ഞ, എല്ലാം എവരിതിങ് ഇസ് ട്വിസ്റ്റഡ്, എല്ലാം തിരിഞ്ഞു മറിഞ്ഞ, എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് you can see you can see that your partner really does love you with your better self. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് കഴിയുന്ന രീതിയിൽ ബെറ്റർ. സം പീപ്പിൾ ആർ ജസ്റ്റ് ഇൻകോമ്പറ്റബിൾ, മീനിങ് ദേ ആർ മീൻഡ് ടു ബി ടുഗദർ. അവര് ചില ആളുകള് അങ്ങനെ കുടിക്കുമെങ്കിലും അവരുമായിട്ട് ഭയങ്കര മീനായിട്ട് പെരുമാറാത്ത ആൾക്കാരുണ്ട്. ബട്ട് ഇൻ കേസസ് വേർ വൺ പാർട്ണർ ഈസ് ആൽക്കഹോളിക് ആൻഡ് ദ ആൽക്കഹോളിക് സീംസ് അൺവോൾവിംഗ് ആൻഡ് ഇൻകൺസിഡറേറ്റ്, ഇറ്റ്സ് യൂഷ്വലി ബിക്കോസ് ദേ ആർ സഫറിങ് ആൻഡ് സിക്ക്. അതായത് ഒരാൾ ആൽക്കഹോളിക് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിൽ, അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവൻ ഈ രോഗത്താൽ സഹിക്കുന്ന
അറിയുന്നുണ്ട് അവനൊരു രോഗമുണ്ട്. ഇറ്റ്സ് ദ സിക്നസ് മേക്കിംഗ് ദം ആക്ട് ദാറ്റ് വേ. ഈ രോഗമാണ് അവനെ ഇങ്ങനെ പെരുമാറാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഹൗവർ there is an important exception in the rule. ഈ ഇതിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക നിയമമുണ്ട്. സം പീപ്പിൾ റിയലി ഡു ഹാവ് ബാഡ് ഇന്റൻഷൻസ്. ചില ആളുകൾക്ക് ചില തെറ്റായ ഇന്റൻഷനുകളുണ്ട്, പ്രചോദനമുണ്ട്, ലക്ഷ്യമുണ്ട്. ആൻഡ് ബീയിങ് പേഷ്യൻ വിത്ത് ദം വോണ്ട് മേക്ക് എനി ഡിഫറൻസ്. അവരുമായിട്ട് ക്ഷമയോടുകൂടി ഇരുന്നാൽ അത് വലിയ കാര്യമൊന്നും ഉണ്ടാക്കില്ല. ആൻ ആൽക്കഹോളിക് ഹൂ ഇസ് ലൈക്ക് ദിസ് മേ ട്രൈ ടു യൂസ് വാട്ട് വി ഹാവ് സെഡ് ഇൻ ദിസ് ചാപ്റ്റർ അഗൈൻസ്റ്റ് യു. അതായത് ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ വിവരിച്ചില്ലേ, ഈ കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ആൽക്കഹോളിക്ക് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാം. കാരണം ഞാൻ രോഗിയാണ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് രോഗമുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ. അങ്ങനെ ഈ ചാപ്റ്ററിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ അവൻ ഉപയോഗിച്ചേക്കാം. ഡോണ്ട് ലെറ്റ് ദം ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. അങ്ങനെ ഉപയോഗിക്കാൻ നീ അനുവദിക്കരുത്. ഇഫ് യു ആർ ഷുവർ യുവർ പാർട്ണർ ഈസ് ബാഡ് ഇന്റൻഷൻ, അവൻ അങ്ങനെ തെറ്റായ ഇന്റൻഷൻ ആണ്, ലക്ഷ്യമാണുള്ളത്, യു മേ ഡിസൈഡ് ടു എൻഡ് ദ റിലേഷൻഷിപ്പ്. ഒരു പക്ഷേ നിനക്ക് ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. ഈസ് ഇറ്റ് റൈറ്റ് ടു ലെറ്റ് ദിസ് പേഴ്സൺ റൂയിൻ യുവർ ലൈഫ് ആൻഡ് ദ ലൈഫ്സ് ഓഫ് യുവർ ചിൽഡ്രൻ? ഈ പറയുന്ന വ്യക്തി നിന്റെ ജീവിതവും നിന്റെ കുട്ടികളുടെ ജീവിതവും നശിപ്പിക്കാനായിട്ട് നിൽക്കണമെന്ന് നീ ചിന്തിക്കുക. എസ്പെഷ്യലി വെൻ ദേ ഹാവ് എ വേ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആൻഡ് ട്രീറ്റിംഗ് യു ബാഡ്ലി ഇഫ് ഓൺലി ദേ വെയർ വില്ലിംഗ് ടു പുട്ട് ഇൻ ദ വർക്ക്. അതായത് അവന് കുടി നിർത്തണമെന്ന് ആഗ്രഹമില്ലാതെ നിങ്ങളെ ബാഡ്ലി ആയിട്ട്, വളരെ മോശമായിട്ടാണ് നിങ്ങളെ പരിഗണിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവന് ആഗ്രഹം അല്ലെങ്കിൽ കുടി നിർത്താനുള്ള യാതൊരു ആഗ്രഹവും പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവനെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലതെന്നാണ് ആ ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുന്നത്. അടുത്ത് വായിക്കാവോ? 4 types of problems. 4 types of problems. 1. നിങ്ങളുടെ ഭർത്താവ് ഒരു മുഴുക്കുടിയനായിരിക്കാം. അയാളുടെ കുടി സ്ഥിരമായിട്ടുള്ളതും അഥവാ ചില സന്ദർഭങ്ങളിൽ മാത്രം കൂടുതൽ തോതിലുള്ളതുമായിരിക്കാം. ഒരുപക്ഷെ അയാൾ മദ്യത്തിനു വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുന്നു. അത് അയാൾ മാനസികമായും ശാരീരികമായും തളർത്തുന്നുണ്ടാവാമെങ്കിലും അയാൾ കാണുന്നില്ലായിരിക്കാം. ചിലപ്പോഴൊക്കെ നിങ്ങൾക്കും അയാളുടെ സുഹൃത്തുക്കൾക്കും ഒരു സഹികേടിന്റെ ഉറവിടമായി അയാൾ മാറിയിട്ടുണ്ടാകാം. മദ്യം തനിക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിലും മദ്യം തനിക്ക് യാതൊരു വിധത്തിലുള്ള ദ്രോഹം ഉണ്ടാക്കുന്നില്ല എന്നതിലും തന്റെ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് മദ്യം ഒഴിച്ചുകൂടാത്തതാണെന്ന നിലപാടിലും അയാൾ ദൃഢമായ അഭിപ്രായം വെച്ച് പുലർത്തുന്നു. ഒരു അമിത മദ്യപാന രോഗി എന്ന് വിളിച്ചാൽ അത് അയാളെ അവഹേളിക്കുന്നതിന് തുല്യമായി അയാൾ കണക്കാക്കുന്നു. ഈ ലോകം മുഴുവൻ അയാളെ പോലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞതാണ്. അവരിൽ ചിലർ അളവ് നിയന്ത്രിക്കുന്നു, വേറെ ചിലർ മൊത്തത്തിൽ നിർത്തുന്നു, അതുമില്ലാത്തവർ ഒട്ടും നിർത്താതെയും ഇരിക്കുന്നു. കുടി തുടർന്നുകൊണ്ടിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകൾ വളരെ വൈകാതെ യാഥാർത്ഥ്യത്തിലുള്ള അമിത മദ്യപാന രോഗിയായി മാറുന്നു. 2. നിങ്ങളുടെ ഭർത്താവ് നിയന്ത്രണമില്ലായ്മ കാണിക്കുന്നു. കാരണം അയാൾക്ക് അങ്ങനെ വേണമെന്ന് തോന്നുമ്പോൾ പലപ്പോഴും മദ്യം കഴിക്കാതെ ജീവിക്കുവാൻ കഴിയുന്നില്ല. കുടിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും പിടിവിട്ട അവസ്ഥയിൽ അയാൾ എത്തിച്ചേരുന്നു. ഇത് ശരിയാണെന്ന് അയാൾ സമ്മതിക്കുന്നു, പക്ഷേ കുറെ കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് അയാൾ ഉറപ്പിച്ചു പറയുന്നു. കുടിയിൽ നിന്ന് പാടെ വിട്ടുനിന്നുകൊണ്ടും നിയന്ത്രിതമായ തോതിൽ മദ്യം കഴിച്ചുകൊണ്ടും പല രീതിയിൽ നിങ്ങളുടെ സഹകരണത്തോടു കൂടിയോ അല്ലാതെയോ അയാൾ അതിന് ശ്രമിക്കാൻ തുടങ്ങുന്നു. അയാളുടെ കൂട്ടുകാരെ അയാൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകാം. എങ്ങനെയോ അയാളുടെ ബിസിനസ് മോശമായ രീതിയിൽ എത്തിയിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ അയാൾ ദുഃഖാകുലനാകുന്നു. മറ്റാളുകളെ പോലെ കുടിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ അയാൾ ബോധവാനായി തീരുന്നു. അയാളുടെ പിരിമുറുക്കം തടഞ്ഞു നിർത്തുന്നതിനായി ചിലപ്പോൾ അയാൾ രാവിലെ മദ്യപിക്കുകയും പകൽ മുഴുവൻ അത് തുടരുകയും ചെയ്യുന്നു. കണ്ടമാനം കുടിച്ച് കൂത്താടിയതിനു ശേഷം അയാൾ സങ്കടപ്പെടുകയും കുടി നിർത്തണമെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ ആ ഘട്ടം വിട്ട് കഴിയുമ്പോൾ എങ്ങനെ തനിക്ക് അടുത്ത തവണ നിയന്ത്രിച്ച് മദ്യപിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുവാൻ തുടങ്ങുന്നു. ഈ മനുഷ്യൻ അപകടത്തിലാണെന്ന് എന്ന് ഞങ്ങൾ കരുതുന്നു. ഒരു യഥാർത്ഥ ആൽക്കഹോളിക്കിന്റെ പ്രധാന ലക്ഷണങ്ങളാണിവ. അയാൾക്ക് അയാളുടെ ബിസിനസ് കാര്യങ്ങൾ ഇപ്പോഴും നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകാം. അയാൾ ഒരു രീതിയിലും എല്ലാം നശിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്കിടയിൽ പറയാറുള്ളത് പോലെ കുടി നിർത്തണമെന്ന് ആഗ്രഹിക്കലാണ് അയാൾക്ക് വേണ്ടത്. 3. ഈ തരത്തിൽപ്പെട്ട ഭർത്താക്കന്മാർ രണ്ടാം തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. ഒരിക്കൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരെ പോലെയായിരുന്നുവെങ്കിലും ഇയാൾ കൂടുതൽ മോശപ്പെട്ട നിലയിലായിരിക്കുന്നു. അയാളുടെ കൂട്ടുകാർ അയാളിൽ നിന്ന് തെന്നിമാറിയിട്ടുണ്ട്. അയാളുടെ വീടാകെ ഒരു നാശത്തിന്റെ വക്കിലാണ്. അയാൾക്ക് യാതൊരുവിധ ജോലിയും ഏറ്റെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. ഒരുപക്ഷെ ഡോക്ടർമാരുടെ സഹായം തേടിയിട്ടുണ്ടാകാം. ദാരുണമായ ചികിത്സാലയങ്ങളിൽ ചുറ്റി നടക്കലും ആശുപത്രിയിൽ അഭയം പ്രാപിക്കലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ കുടിക്കാൻ കഴിയില്ലെന്ന് അയാൾ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എന്ന് അയാൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനിയും മറ്റുള്ളവരെ പോലെ കുടിക്കാൻ ഒരു വഴി കണ്ടെത്തണമെന്ന മിഥ്യാധാരണയിൽ അയാൾ കുടിച്ചു തുടങ്ങുന്നു. എങ്ങനെയെങ്കിലും കുടി നിർത്തണം, പക്ഷേ അതിന് പറ്റുന്നില്ല എന്ന നിലയിൽ അയാൾ എത്തിച്ചേർന്നിട്ടുണ്ടാകാം.
അയാളുടെ കാര്യം ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അവയ്ക്കൊക്കെ ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇത്തരം ഇതേ സാഹചര്യത്തിൽ പെടുമ്പോൾ വളരെ പ്രതീക്ഷകൾ പുലർത്താൻ സഹായിക്കും. 4. പരിപൂർണമായും നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഭർത്താവായിരിക്കും നിങ്ങൾക്കുള്ളത്. ഈ ഇടതടവില്ലാതെ പല സ്ഥലങ്ങളിൽ അയാളെ കൊണ്ടുചെന്ന് കിടത്തിയിട്ടുണ്ടാകാം. അയാൾ അക്രമാസക്തനായി കാണപ്പെടുകയോ അല്ലെങ്കിൽ കുടിച്ചു കഴിയുമ്പോൾ തീർച്ചയായും ഭ്രാന്തനെ പോലെ മറ്റുള്ളവരുടെ മുൻപിൽ പെരുമാറുകയോ ചെയ്തേക്കാം. ചിലപ്പോഴൊക്കെ അയാൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കുടിക്കുന്നു. ചിലപ്പോഴൊക്കെ അയാൾക്ക് അതിഭീകരമായ മാനസിക വിഭ്രാന്തികൾ ഉണ്ടാകുന്നു. ഡോക്ടർമാർ സഹികെട്ട മട്ടിൽ തലകുലുക്കുകയും അയാളെ ഏതെങ്കിലും മദ്യപാന രോഗികളെ മാത്രം പാർപ്പിക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതിനു മുൻപേ തന്നെ അയാളെ നിങ്ങളിൽ നിന്നും എങ്ങോട്ടെങ്കിലും അകറ്റി നിർത്താൻ നിങ്ങൾ നിർബന്ധിതയായിട്ടുണ്ടാകും. ഈ ചിന്ത അത് കാണപ്പെടുന്ന പോലെ അത്ര മേൽ ഇരുണ്ടതായിരിക്കണമെന്നില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ പലരും ഇതിനേക്കാളുമൊക്കെ കടന്ന അവസ്ഥയിലായിരുന്നു. എന്നിട്ടും അവർ സുഖം പ്രാപിച്ചു. നമുക്കിനി ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ഭർത്താവിന്റെ കാര്യമെടുക്കാം. അയാളെ കൈകാര്യം ചെയ്യുക എന്നത് വളരെയേറെ പ്രയാസമേറിയ ഒന്നാണ്. അയാൾക്ക് മദ്യം ശരിക്ക് ആസ്വദിച്ചു കഴിക്കുന്നു. അത് അയാളുടെ ഭാവനയെ ഉദ്ദീപിക്കുന്നു. അയാളോടൊപ്പം കുടിച്ചു കൂത്താടുന്നത് അയാളുടെ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്നു. അയാൾ അത്ര അമിതമായി മദ്യപിക്കാത്ത സമയങ്ങളിൽ അയാളോടൊത്ത് മദ്യപിക്കുന്നത് ചിലപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ നെരിപ്പൊടിനടുത്തിരുന്നു കൊണ്ട് അയാളുമായി നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെട്ട് നിരവധി സന്തുഷ്ടമായ സായാഹ്നങ്ങൾ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാകാം. മദ്യമില്ലെങ്കിൽ വളരെ ബോറാണെന്ന് തോന്നുന്ന ചില പാർട്ടികളിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടാകാം. ഞങ്ങൾ സ്വയം അത്തരം സായാഹ്നങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു അവ. സാമൂഹ്യ ബന്ധങ്ങളെ സന്നിഗ്ധമാക്കുന്ന മദ്യത്തെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും അല്ലെങ്കിലും ഞങ്ങളിൽ ചിലർ മദ്യം മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെതായ ഗുണമുള്ള ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ 4 ടൈപ്പുള്ള ആൽക്കഹോളിക്കുകളെ പറ്റി തന്നെയാണ് അവിടെ പറയുന്നത്. നമുക്ക് 2 മിനിറ്റ് കൂടുതൽ കൂട്ടും. ഞാൻ ഇംഗ്ലീഷിലുള്ള അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. അപ്പൊ 4 ടൈപ്പ്. എന്ത് ടൈപ്പാണ്? ദ പ്രോബ്ലം യു ഫേസ് യൂഷ്വലി ഫോൾസ് ഇൻ ടു ഓഫ് 4 കാറ്റഗറീസ്. അതായത് 4 തരത്തിലേക്ക് ഈ പറയുന്ന ആൽക്കഹോളിക്കുകളെ നമ്മൾ തരംതിരിക്കുകയാണ്. സിൽക്ക്വർത്ത് ഡോക്ടറുടെ അഭിപ്രായത്തില് സിൽക്ക്വർത്ത് തരംതിരിച്ചതിന് ശേഷം നമുക്ക് ബിഗ് ബുക്കിൽ കാണുന്ന മറ്റൊരു തരംതിരിക്കലാണ് ഈ 4 പേര്. അത് നമ്പർ ഇട്ട് തന്നെ. 1. യുവർ പാർട്ണർ മേ ബി എ ഹെവി ഡ്രിങ്കർ ഇൻസ്റ്റെഡ് ഓഫ് ആൻ ആൽക്കഹോളിക്. അവൻ നന്നായി കുടിക്കുന്നവനായിരിക്കാം, പക്ഷെ അവൻ ഒരു ആൽക്കഹോളിക് ആയിരിക്കണമെന്നില്ല. ഡ്രിങ്കിങ് മേ ബി കോൺസ്റ്റന്റ്. അവർ തുടർച്ചയായി കുടിച്ചിട്ടുണ്ടാകും. ഓർ ഇറ്റ് മേ ബി എ ഹെവി ഓൺലി അറ്റ് എ സർട്ടൻ ടൈംസ്. തുടർച്ചയായി കുടിക്കുമ്പോഴും പലപ്പോഴും വളരെയധികം കുടിക്കുന്നത് വളരെ ചുരുക്ക സമയത്തായിരിക്കാം. യുവർ പാർട്ണർ മൈറ്റ് സ്പെൻഡ് ടു മച്ച് മണി ഓൺ ലിക്വർ. നിങ്ങളുടെ പാർട്ണർ ഒരു പക്ഷേ മദ്യത്തിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചേക്കാം. ഡ്രിങ്കിങ് മേ സ്ലോ ദം ഡൗൺ മെന്റലി ആൻഡ് ഫിസിക്കലി ബട്ട് ദേ ഡോണ്ട് റിയലൈസ് ഇറ്റ്. അതായത് മദ്യം അവരുടെ മനസ്സിനെയും ശരീരത്തെയും വളരെയധികം സാവധാനത്തിലാക്കുന്നുണ്ടാകാം, പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല. സംടൈംസ് ദേ എംബ്രൈസ് യു ആൻഡ് യുവർ ഫ്രണ്ട്സ്. നിന്നെയും നിന്റെ കൂട്ടുകാരെയും അവൻ പലപ്പോഴും എംബ്രൈസ് ചെയ്യുന്നുണ്ടാവും, നാണം കെടുത്തുന്നുണ്ടാവും. യുവർ പാർട്ണർ സേ there is a positive they can handle their liquor. പലപ്പോഴും അവർ പറഞ്ഞേക്കാം, മദ്യം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇറ്റ് ഡസന്റ് ഹർട്ട് ദം. ഒരിക്കലും എന്നെ ഉപദ്രവിക്കുന്നില്ല. ദാറ്റ് ഡ്രിങ്കിങ് ഈസ് നെസസറി ടു ദെയർ ബിസിനസ് ഓർ വർക്ക്. അവന്റെ ബിസിനസ് ആവശ്യത്തിനോ ജോലി ആവശ്യത്തിനോ കുടിക്കേണ്ടതുണ്ട് എന്ന് അവൻ പറഞ്ഞേക്കാം. They would probably be insulted if they were called an alcoholic. പലപ്പോഴും അവരെ ആൽക്കഹോളിക് എന്ന് വിളിച്ചാൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ കളിയാക്കുന്നത് പോലെ അവന് തോന്നിയേക്കാം. അല്ലെങ്കിലും അവനൊരു ആൽക്കഹോളിക് ആണെന്ന് സമ്മതിക്കുന്നില്ല. ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് പീപ്പിൾ ലൈക്ക് യുവർ പാർട്ണർ. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ പാർട്ണർമാരെ പോലെയാണ്. സം വിൽ ഡ്രിങ്ക് മോഡറേറ്റ്ലി. ചില ആളുകൾ വളരെ മോഡറേറ്റ് ആയിട്ട് കുടിക്കും. ഓർ സ്റ്റോപ്പ് ഓൾ ടുഗദർ. ചിലര് പെട്ടെന്ന് തന്നെ കുടി നിർത്തും. ആൻഡ് സം വിൽ നോട്ട്. ചിലർക്ക് അങ്ങനെ നിർത്താൻ കഴിയില്ല. ഇഫ് ദ കീപ് ഡ്രിങ്കിങ് ദേ മേ ബിക്കം ട്രൂ ആൽക്കഹോളിക്സ് ആഫ്റ്റർ എ വൈൽ. അവരിങ്ങനെ കുടി തുടരുകയാണെങ്കിൽ വളരെ അടുത്ത കാലത്ത് തന്നെ, കുറച്ചു കാലം കൊണ്ട് അവർ ഒരു ആൽക്കഹോളിക്കായി തീരും. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? യുവർ പാർട്ണർ ഈസ് ഷോയിങ് ലാക്ക് ഓഫ് കൺട്രോൾ ബിക്കോസ് ദേ കാൺട്ട് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഈവൻ വെൻ ദേ വാണ്ട് ടു. ഒരാൾക്ക് മദ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ കുടിക്കുന്നു. അതായത് അവൻ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അവൻ കുടിച്ചു പോകുന്നു. ഇറ്റ്സ് ഹാർഡ് ടു പ്രഡിക്റ്റ്
വാട്ട് ദേ വിൽ ഡു വെൻ ദേ ആർ ഡ്രിങ്കിങ്. അതായത് ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ദേ അഡ്മിറ്റ് ദിസ് ഈസ് ട്രൂ, ഇത് ശരിയാണെന്ന് അവർ സമ്മതിക്കും. ബട്ട് സേ ദേ വേർ ഷുവർ ദേ ക്യാൻ ഡു ബെറ്റർ. പക്ഷെ അവർ പറയുന്നത് അവർക്ക് കുടിച്ചുകൊണ്ട് തന്നെ നന്നായി പെരുമാറാൻ കഴിയുമെന്നാണ്. യുവർ പാർട്ണർ ഹാസ് ട്രൈഡ് വിത്ത് ഓർ വിത്തൗട്ട് യുവർ ഹെൽപ്പ്. നിങ്ങളോടോ നിങ്ങളുടെ സഹായമില്ലാതെയോ നിങ്ങളുടെ സഹായം കൊണ്ടോ പല സം വേസ് ഓഫ് മോഡറേറ്റിംഗ് ദ ഡ്രിങ്കിങ് ഓർ സ്റ്റേയിങ് ഡ്രൈ. അതായത് കുടി നിർത്താനായി കുടി സാവധാനം കുടി കുറയ്ക്കുകയോ നിങ്ങളുടെ സഹായം കൊണ്ടോ സഹായമില്ലാതെ തന്നെ മോഡറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ കുടിക്കാതിരിക്കാനൊക്കെ സ്റ്റേയിങ് ഡ്രൈ, ഒട്ടും കുടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് അവർ ശ്രമിക്കാം. ദേ മേ ബി സ്റ്റാർട്ടിങ് ടു ലോസ് ഫ്രണ്ട്സ്. അവരുടെ കൂട്ടുകാർ അവർക്ക് നഷ്ടപ്പെട്ടേക്കാം. ആൻഡ് ദെയർ വർക്ക് മേ ബി സഫറിങ്. അവരുടെ ജോലി പലപ്പോഴും സഹിക്കുന്ന രീതിയിലാകും. ദേ ആർ വറീഡ് ആൻഡ് സ്റ്റാർട്ടിങ് ടു റിയലൈസ് ദേ കാണ്ട് ഡ്രിങ്ക് ലൈക്ക് അതർ പീപ്പിൾ. അവരൊരു വിഷമകരമായ പ്രതിസന്ധിയിലാണ്. അതായത് അവരൊരു സത്യം തിരിച്ചറിയാണ്, മറ്റുള്ളവരെ എനിക്ക് കുടിക്കാൻ, മറ്റുള്ളവരെ പോലെ എനിക്ക് കുടിക്കാൻ സാധിക്കുന്നില്ല. യുവർ പാർട്ണർ സംടൈംസ് ഡ്രിങ്ക്സ് ഇൻ ദ മോർണിംഗ് ആൻഡ് ത്രൂ ദ ഡേ. ചില പാർട്ട്നേഴ്സ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഓൾ ഡേ കുടിച്ചേക്കാം. ടു കീപ് ദെയർ നെർവസ് അണ്ടർ കൺട്രോൾ. അവർ പറയുന്നത് അവരുടെ ഞരമ്പുകളെ നിയന്ത്രിച്ചു നിർത്താൻ അവർക്ക് കുടിക്കണമെന്നാണ്, അല്ലെങ്കിൽ നിയന്ത്രിച്ചെടുത്താൽ കുടിക്കണമെന്നാണ്. ദേ ഫീൽ ഗിൽറ്റി ആഫ്റ്റർ ഡ്രിങ്കിങ് സ്പ്രീസ്. അവർക്ക് പലപ്പോഴും കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. മദ്യപാനത്തിന്റെ മതിച്ചുല്ലസികളിൽ അവർക്ക് കുറ്റബോധം ഉണ്ടാകണം. ആൻഡ് ടെൽ യു ദേ വാണ്ട് ടു സ്റ്റോപ്പ്. പലപ്പോഴും അവർ പറയുന്നുണ്ട് അവന് കുടി നിർത്തണമെന്ന്. ബട്ട് വെൻ ദേ ഗോട്ട് ഓവർ ദ സ്പ്രീ, ആ കുടിയുടെ മതിച്ചുല്ലസികൾ കഴിയുമ്പോൾ ദേ ബിഗിൻ ടു തിങ്ക് അബൌട്ട് ഹൗ ദേ വിൽ ജസ്റ്റ് ഡ്രിങ്ക് മോഡറേറ്റ്ലി നെക്സ്റ്റ് ടൈം. അവർ ചിന്തിക്കുന്നത് അടുത്ത കുടി ഞാൻ മോഡറേറ്റ് രീതിയിൽ കുടിക്കാം, വളരെ വലിയ കുടിയോടുകൂടി അല്ലാതെ ചെറിയ കുടിയിൽ നിർത്താൻ കഴിയും അടുത്ത പ്രാവശ്യം. വി തിങ്ക് ദിസ് പേഴ്സൺ ഈസ് ഇൻ ഡേഞ്ചർ. ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ആള് അപകടത്തിലാണ്. ദീസ് ആർ ദ ഇയർ മാർക്സ് ഓഫ് ദ റിയൽ ആൽക്കഹോളിക്. ഇതാണ് നമ്മൾ ഒരു ആൽക്കഹോളിക്കിൽ കാണുന്നത് അടയാളം. ബട്ട് ദേ ഹാവന്റ് റൂയിൻഡ് എവരിതിങ്. അവരെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആസ് വി സേ ഇൻ അവർ ഫെലോഷിപ്പ്, ദേ വാണ്ട് ടു സ്റ്റോപ്പ്. പക്ഷെ അവര് കുടി നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് നമ്മുടെ കൂട്ടായ്മ പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? യുവർ പാർട്ണർ ഹാസ് ഗോൺ മച്ച് ഫർദർ ദാൻ പാർട്ണർ നമ്പർ 2. അതായത് രണ്ടാമത്തെ കുടിയേക്കാളും നമ്മുടെ ചില പാർട്ട്നേഴ്സ് കൂടുതൽ കുടിച്ചു പോയിട്ടുണ്ടാവും, കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ടാവും. സോ വൺസ് ലൈക്ക് ഇൻ ദ ഡ്രിങ്കർ ഡിസ്ക്രൈബ്ഡ് ഇൻ നമ്പർ 2 ദേ ഗോട്ട് വേഴ്സ്. അതായത് രണ്ടാമത്തെ തരത്തിലുള്ള ആളുകളെക്കാളും വളരെ മോശമായ അവസ്ഥയിൽ ഇവരെത്തിച്ചിട്ടുണ്ട്. ദെയർ ഫ്രണ്ട്സ് ഹാവ് സ്ലിപ്ഡ് അവേ. അവരുടെ കൂട്ടുകാർ ഒഴിഞ്ഞുപോയി. ദെയർ ഹോംസ് ഇസ് എ മെസ്. അവരുടെ വീട് മെസ്സായി, നശിപ്പിക്കപ്പെട്ടു. അല്ലെങ്കിൽ ആൻഡ് ദേ കാണ്ട് കീപ്പ് എ ജോബ്. അവർക്കൊരു ജോലി സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ജോലിയിൽ തുടരാൻ സാധിക്കുന്നില്ല. മേ ബി യു ഹാവ് ഗോട്ടൺ ദ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ. അവർക്കൊരു ഡോക്ടറുടെ സഹായം ആവശ്യമുണ്ട്. ആൻഡ് ബിഗാൻ ടു ടേക്ക് യുവർ പാർട്ണർ ഫ്രം ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ണറെ ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നിരിക്കാം. ദേ ക്യാൻ അഡ്മിറ്റ് ദാറ്റ് ദേ ആർ അനേബിൾ ടു ഡ്രിങ്ക് ലൈക്ക് അതർ പീപ്പിൾ ബട്ട് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ. അവർ പലപ്പോഴും സമ്മതിച്ചേക്കാം, മറ്റുള്ള ആളുകളെ പോലെ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുടിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല പെരുമാറുന്നത്. പക്ഷെ അവർക്ക് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ദേ ക്ലിങ് ടു ദ ഐഡിയ ദാറ്റ് ദേ ആർ ഫൈൻഡ് എ വേ ടു സ്റ്റോപ്പ് ഓൺ ദെയർ ഓൺ. അവർ പലപ്പോഴും ഒരു ആശയത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ്. എന്താണ്? അവർക്ക് സ്വന്തമായി കൂടി നിർത്താൻ കഴിയുമെന്നുള്ളതാണ്. ദേ മേ ഹാവ് റീച്ച്ഡ് എ പോയിന്റ് വെയർ ദേ ഡെസ്പറേറ്റ്ലി വാണ്ട് ടു സ്റ്റോപ്പ് ബട്ട് കനോട്ട്. പലപ്പോഴും അവരൊരു പോയിന്റിലേക്ക് എത്തിച്ചേരും, അവർക്ക് നിരാശാജനകമായ രീതിയിൽ കുടി നിർത്തേണ്ടതുണ്ട്, പക്ഷെ അവർക്ക് കഴിയുന്നില്ല. ദെയർ സിറ്റുവേഷൻ ബ്രിങ് അപ്പ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി വിൽ ട്രൈ ടു ആൻസർ ഫോർ യു. അപ്പോൾ അവരുടെ ഒരു ചോദ്യത്തിന് ഞങ്ങൾ ആൻസർ ചെയ്യാം. യു ക്യാൻ ബി ക്വൈറ്റ് ഹെൽപ്ഫുൾ ഇൻ എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്. ഇവിടെ നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അവനെ സഹായിക്കാൻ കഴിയും, ഒരു സഹായ മനസ്കനായിട്ട് പെരുമാറാൻ കഴിയുമെന്ന് പാർട്ണർ പറയാണ്. എന്താണ്? ഫോർ യു മേ ഹാവ് എ പാർട്ണർ ഹു സീംസ് ടോട്ടലി ലോസ്റ്റ് ടു ഡ്രിങ്കിങ്. നിങ്ങൾ ഒരു മദ്യാസക്തൻ പൂർണ്ണമായും നശിച്ചുപോയ, അല്ലെങ്കിൽ നശിക്കപ്പെട്ട, ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കുടിക്കുന്ന ഒരാളുടെ പാർട്ണർ ആയിരിക്കാം. ദേ ഹാവ് ഓൾറെഡി ബീൻ ഹോസ്പിറ്റലൈസ്ഡ് ഫോർ ഡ്രിങ്കിങ്. അവർ പലപ്പോഴും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ദേ ആർ വയലന്റ്. അവർ പലപ്പോഴും വയലന്റ് ആയിട്ടുണ്ടാവും. ഓർ അപ്പിയർ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ വെൻ ഡ്രിങ്ക്. അവർ പലപ്പോഴും കുടിക്കുമ്പോൾ നിയന്ത്രണമില്ലാത്ത അവസ്ഥയിൽ കുടിച്ച് കൂത്താടി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംടൈംസ് ദേ ഡ്രിങ്ക് ഓൺ ദ വേ ഹോം ഫ്രം ദ ഹോസ്പിറ്റൽ. പലപ്പോഴും അവര് കുടി നിർത്താൻ പ്രവേശിപ്പിക്കപ്പെട്ട ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി കുടിക്കും. യുവർ പാർട്ണർ മേ ഹാവ് ഹാർഡ് ഡെലിവറിയും ട്രെമൻസ്, DTs, അതായത് അപസ്മാരം, മറ്റ് പല കാര്യങ്ങളൊക്കെ അവർക്ക് വന്നിട്ടുണ്ടാവും. ഡെലിവറിയും ട്രെമൻസ്. ഡോക്ടേഴ്സ് മേ ഷെയ്ക്ക് ദെയർ ഹെഡ്സ് ആൻഡ് സേ യു ഷുഡ് ഹാവ് ദം കമ്മിറ്റഡ്. അപ്പം
പലപ്പോഴും ഡോക്ടർ നമ്മളോട് തല കുലുക്കി പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ അവനോട് കമ്മിറ്റഡ് ആക്കണം. മേ ബി യു ഹാവ് ഓൾറെഡി ഹാഡ് ടു ടേക്ക് ദം ടു ദ ലോക്ക്ഡ് വാർഡ് ആൻഡ് ഓഫ് എ ഹോസ്പിറ്റൽ. പലപ്പോഴും ഇത്തരം ആളുകളെ നിങ്ങൾ ആശുപത്രിയിലെ പൂട്ടിയിടപ്പെടുത്ത വാർഡിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടാകാം. ദിസ് പിക്ചേഴ്സ് മേ നോട്ട് ബി ആസ് ഡാർക്ക് ആസ് ഇറ്റ് ലുക്സ്. ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചിത്രം നമ്മൾ നോക്കുന്നത് പോലെ അത്ര ഇരുട്ട് നിറഞ്ഞതല്ല. മെനി ഓഫ് അവർ പാർട്ട്നേഴ്സ് വെർ ജസ്റ്റ് ആസ് ഫാർ ഗോൺ യെറ്റ് ദേ ഗോട്ട് വെൽ. പല ആളുകളും വീണ്ടും അങ്ങനെ തുടരുന്നവരുണ്ട്, എന്നാൽ പക്ഷെ അവിടെ വെച്ച് കുടി നിർത്തി രക്ഷപ്പെട്ടവരുമുണ്ട്. ലെറ്റ്സ് നൗ ഗോ ബാക്ക് ടു പാർട്ണർ നമ്പർ 1. നമുക്ക് ഒന്നാമത്തെ പാർട്ണർ നോക്കാം. ഓഡ്ലി ഇനഫ് ദേ ആർ ഓഫൺ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ഡീൽ വിത്ത്. യഥാർത്ഥത്തിൽ ഈ ഒന്നാമത്തെ പാർട്ണർ നമ്മൾ വിശദീകരിച്ച അവരെയാണ് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട്, അവരുമായിട്ട് ഇടപെടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരിക. ദേ എൻജോയ് ഡ്രിങ്കിങ്. കാരണം അവർ ഡ്രിങ്കിങ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സ്റ്റീൽസ് ദെയർ ഇമാജിനേഷൻ. അത് അവരുടെ ഇമാജിനേഷനെ, ഭാവനയെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. ദെയർ ഫ്രണ്ട്സ് ഫീൽ ക്ലോസർ ഓവർ എ കോക്ടെയിൽ. അതായത് മദ്യപാനത്തിന്റെ സമയത്ത് അവരുടെ കൂട്ടുകാർക്ക് അവര് വളരെയധികം അടുപ്പമുള്ളവരായിട്ട് പെരുമാറുന്നു. യു മേ ഈവൻ എൻജോയ് ഡ്രിങ്കിങ് വിത്ത് ദം വെൻ ദേ ഡോണ്ട് ഗോ ടു ഫാർ. അതായത് പലപ്പോഴും പാർട്ട്നേഴ്സ് പോലും അവരോടൊപ്പം കുടിക്കാൻ തയ്യാറാകും. കാരണം അവർ ടു ഫാർ, കൂടുതൽ കുടിക്കുന്നില്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ തയ്യാറാകും. യു ഹാവ് പാസ്ഡ് ഹാപ്പി ഈവനിങ് ടുഗദർ ചാറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇൻ യുവർ ഓൺ ലിവിംഗ് റൂം. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുടിക്കുകയും പല വൈകുന്നേരങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഓർ മേ ബി യു ബോത്ത് ലൈക്ക് പാർട്ടീസ് ദാറ്റ് വുഡ് ഫീൽ ബോറിംഗ് വിത്തൗട്ട് ലിക്വർ. പല പാർട്ടികളിലും പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നാം, എന്തുകൊണ്ടാണ് ഇവിടെ മദ്യം ഇല്ലാത്തത്, അതൊരു ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. വി ഹാവ് എൻജോയ്ഡ് ഈവനിങ് ലൈക്ക് ദിസ് അവർ സെൽസ്. നമ്മൾ പലപ്പോഴും ഞങ്ങൾ ഈ പറയുന്ന ഈവനിങ് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. വി നോ ഓൾ അബൌട്ട് ലിക്വർ ആസ് എ സോഷ്യൽ ലൂബ്രിക്കൻ. ഞങ്ങൾക്കറിയാം മദ്യം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ലൂബ്രിക്കൻ്റ് ആണ്. എ വേ ടു മേക്ക് എനി സിറ്റുവേഷൻ ഫീൽ മോർ റിലാക്സ്ഡ്. അതായത് ഏതൊരു പാർട്ടിയും മദ്യം ഉണ്ടെങ്കിൽ അത് മോർ റിലാക്സ്ഡ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ഇഫ് യു വാണ്ട് ടു ഹെൽപ്പ് യുവർ പാർട്ണർ, നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ ദ ഫസ്റ്റ് റൂൾ ഓഫ് സക്സസ് ഈസ് ദാറ്റ് യു ഷുഡ് നെവർ ബി ആംഗ്രി. നിങ്ങൾ ഒരിക്കലും അവരോട് കോപിഷ്ഠനാകരുത്. നമുക്ക് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു, 12-ാം പടിയുടെ പ്രിൻസിപ്പിളിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ ഇതാണ്. റൂൾ ഓഫ് സക്സസ് ഈസ് ദാറ്റ് യു ഷുഡ് നെവർ ബി ആംഗ്രി. നിങ്ങൾ അവരോട് ദേഷ്യപ്പെടരുത്. ദേ മേ ബിക്കം അൺബെയറബിൾ ആൻഡ് യു മേ ഹാവ് ടു ലീവ് ദം ടെമ്പററിലി. ഒരു പക്ഷേ അവര് അസഹനീയമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ അവരെ താൽക്കാലികമായിട്ട് വിട്ടുപിരിയേണ്ടതുണ്ട്. ഈ പോസിബിൾ ദോ ലീവ് വിത്തൗട്ട് ഷോയിങ് ആങ്കർ. പക്ഷേ നിങ്ങൾ അവരെ വിട്ടുപിരിയുമ്പോൾ അവരോട് ദേഷ്യപ്പെടരുത്. പേഷ്യൻസ് ആൻഡ് കാംനെസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ക്ഷമയും ശാന്തശീലതയാണ് ഇവിടെ പ്രധാനം. നെക്സ്റ്റ്, നെവർ ടെൽ യുവർ പാർട്ണർ വാട്ട് ഡു യു അബൌട്ട് ദെയർ ഡ്രിങ്കിങ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാർട്ണറോട് കുടി മൂലം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, കുടി നിർത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. ഇഫ് ദേ ഡിസൈഡ് ദാറ്റ് യു ആർ എ നാഗ് ഓർ കിൽ ജോയ്, അവർ പറയുകയാണ് നിങ്ങൾ സന്തോഷത്തെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ സന്തോഷത്തെ കൊല്ലുന്ന ഒരാളാണെന്നെങ്കിൽ യു വിൽ ഹാവ് നോ ചാൻസ് ഓഫ് അക്കംപ്ലിഷിങ് എനിത്തിങ് യൂസ്ഫുൾ. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. യുവർ പാർട്ണർ വിൽ യൂസ് ദാറ്റ് ആസ് ആൻ എക്സ്ക്യൂസ് ടു ഡ്രിങ്ക് മോർ. അവർക്ക് കൂടുതൽ കുടിക്കാനായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ദേ വിൽ ടെൽ യു ദേ ഫീൽ മിസ്അണ്ടർസ്റ്റുഡ്. അവർ നിങ്ങളോട് പറയും, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ദിസ് മേ ലീഡ് ടു മെനി ലോൺലി ഈവനിങ് ഫോർ യു. ഇത് നിങ്ങളെ ധാരാളം ഒറ്റപ്പെട്ട വൈകുന്നേരങ്ങളിലേക്ക് എത്തിക്കും. യുവർ പാർട്ണർ മേ സീക്ക് സമ്മൺ എൽസ് ടു കൺസോൾ ദം, സമ്മൺ അതർ ദാൻ എ ഫ്രണ്ട്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് പല സായാഹ്നങ്ങളിൽ അവർ മറ്റു കൂട്ടുകാരെ തേടുകയോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് യുവർ പാർട്ണേഴ്സ് ഡ്രിങ്കിങ് ഈസ് നോട്ട് ഗോയിങ് ടു റൂയിൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ചിൽഡ്രൻ ഓഫ് യുവർ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ ഡ്രിങ്കിങ് നിങ്ങളുടെയോ റിലേഷൻഷിപ്പിനെയോ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തെയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ ജീവിതത്തെയോ നശിപ്പിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ ഫുൾ ലൈഫ്. നമുക്കൊരു പൂർണ്ണ ജീവിതം ഉണ്ടാകണം. ഈവൻ വെൻ യുവർ പാർട്ണർ കണ്ടിന്യൂസ് ഡ്രിങ്ക്, തുടർച്ചയായി കുടിക്കുന്ന ഒരു പാർട്ണറിന്റെ കൂടെ ആണെങ്കിൽ പോലും പൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ വി നോ പീപ്പിൾ ഹു ആർ അൺഫ്രൈഡ് ഈവൻ ഹാപ്പി ഇൻ ദിസ് സിറ്റുവേഷൻ. ഡു നോട്ട് സെറ്റ് യുവർ ഹാർട്ട് ഓൺ ഫിക്സിങ് യുവർ പാർട്ണേഴ്സ് ഡ്രിങ്കിങ് പോകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കുടിക്കുന്ന ഒരു പാർട്ണറിന്റെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് പ്രശ്നം ഇതാക്കരുത്. യു മേ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് നോ മാറ്റർ ഹൗ ഹാർഡ് യു ട്രൈ. നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല, എത്രമാത്രം കഠിന പരിശ്രമം നിങ്ങൾ ചെയ്താലും. വി നോ ദിസ് സജഷൻസ് മേ ബി ഹാർഡ് ടു ഫോളോ. ഈ നിർദ്ദേശം വളരെ ബുദ്ധിമുട്ടാണ് ഫോളോ ചെയ്യാൻ. ബട്ട് ഇഫ് യു സ്റ്റിക്ക് ഇറ്റ് ടു ദം ദേ വിൽ സേവ് യു
ഫ്രം ഹെയർ ബ്രേക്ക്. നിങ്ങൾ അവരോടൊപ്പം ഒന്നു ചേർന്നാൽ അവര് നിങ്ങളുടെ ഹൃദയം നിങ്ങളോടൊപ്പം അവരുടെ ലൈഫ് സേവ് ചെയ്യും. യുവർ പാർട്ണർ മേ കം ടു അപ്രീഷിയേറ്റ് യുവർ ഡിസബിൾനെസ് ആൻഡ് പേഷ്യൻസ്. നിങ്ങളുടെ ക്ഷമയെ കുറിച്ചും നിങ്ങളുടെ അവരുടെ മനസ്സിലാക്കലിനെ കുറിച്ചും അവര് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ദിസ് മേ ലീഡ് ടു എ ഫ്രണ്ട്ലി ടോക്ക് അബൌട്ട് ദെയർ ആൽക്കഹോളിക് പ്രോബ്ലം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് അവനോട് ഒരു ഫ്രണ്ട്ലി ടോക്ക്, കൂട്ടുകാരൻ എന്ന രീതിയിലുള്ള ഒരു ടോക്ക് ചെയ്യാൻ സാധിക്കും. ട്രൈ ടു ലെറ്റ് ദം ബ്രിങ് അപ് ദ സബ്ജക്ട്. അങ്ങനെ നിങ്ങൾ അവരെ കൊണ്ട് തന്നെ ഈ വിഷയം പുറത്തടിപ്പിക്കണം. ബി ഷുവർ യു ആർ നോട്ട് ക്രിട്ടിക്കൽ ഡ്യൂറിങ് സച്ച് എ ഡിസ്കഷൻ. നിങ്ങൾ ഒരിക്കലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് ആകരുത് അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു പുട്ട് യുവർ സെൽഫ് ഇൻ ദെയർ പ്ലേസ്, ലെറ്റ് ദം സീ ദാറ്റ് യു വാണ്ട് ടു ബി ഹെൽപ്ഫുൾ rather than ക്രിട്ടിക്കൽ. അപ്പോൾ അവിടെ ആ പ്ലേസിൽ ആ സ്ഥലത്ത് വെച്ചിട്ട് അവനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കരുത്. അവരെ കൊണ്ട് അതായത് അവർക്ക് സഹായകമായ അവരുടെ ഈ പറയുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ നിരാശാജനകമായിട്ടുള്ള അപായകരമായിട്ടുള്ള സാഹചര്യത്തിൽ സഹായഹസ്തമായി പെരുമാറുകയാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.